നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ജഗത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ജ ഹസ്താമലകം ജ ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്തമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. എം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്നുന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാം ധ്യാനാവസ്ഥിതഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അദ ത്രയോദശോऽധ്യായഃ. ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗഃ. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതത് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ശ്രീഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതത് യോ വേത്തി തം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രക്ഷേത്രജ്ഞയോർജ്ഞാനം എത്തജ്ഞാനം മദം മമ. തക്ഷേത്രം യച്ഛയാദൃശ്ച യദ്വികാരിയതശ്ച യദാ സ ച യോ യത്പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥഗാ ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ മഹാഭൂതാന്യഹങ്കാരഃ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതിഃ
ഏതത് ക്ഷേത്രം സമാസേന സവികാര്യമുദാഹൃതം അമാനിത്വമദം വിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹഃ. ഹരിയം. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ഇവയെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം എന്താണെന്ന് സംക്ഷിപ്തമായി പറഞ്ഞ ശേഷം ക്ഷേത്രജ്ഞനെ കുറിച്ച് പറയുകയാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. അതിന് ചില യോഗ്യതകൾ നമുക്ക് ആവശ്യമുണ്ട്. ചില രംഗങ്ങളിൽ യോഗ്യതകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ആ യോഗ്യത പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും ഒരളവോളമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈ യജ്ഞശാല വന്നിരിക്കില്ല ആരും. അതുകൊണ്ട് ഇപ്പൊ ഒരു 50% നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇനി ബാക്കി 50 ഉണ്ടാക്കിയാൽ മതി. ഒരു കാര്യം വ്യക്തമാണ്, ഈ യോഗ്യത ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ ഈ യോഗ്യത ആർക്കും നേടാവുന്നതാണ്. ആർക്കും ഭഗവത് സാക്ഷാത്കാരത്തിന് അർഹതയുണ്ട്. ഒരാളെയും സത്യസാക്ഷാത്കാരത്തിനുള്ള അർഹതയിൽ നിന്നും ആർഷ പൈതൃകം മാറ്റി നിർത്തുന്നില്ല. ഇനി ഒരാള് എത്ര അധപ്പതിച്ചവനായാലും കുഴപ്പമില്ല, അതിനെക്കുറിച്ച് ബോധ്യമായി അതിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചാൽ അവരെ ശ്രേഷ്ഠനായി കരുതണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 9ാം അധ്യായത്തിലും അതുപോലെ വേറെ ഏതാണ് 4ാം അധ്യായത്തിലും എന്താ പറയുന്നത്? അഭിചേത്സു ദുരാചാര, കൊടിയ പാപിയാണെങ്കിൽ പോലും എന്നെ ആശ്രയിച്ചാൽ എന്നെ എത്തിച്ചേരുമെന്ന് പറയുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായിരുന്നോ എന്ന് ഭഗവാൻ നോക്കാറില്ല. നിങ്ങൾ എന്താണ് എന്നാണ് മുഖ്യം. വർത്തമാനകാലത്തിനാണ് പ്രസക്തി. നമ്മുടെ തന്നെ പൂർവകാലവും പൂർവജന്മവും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ വളരെ ഭീകരമായിരിക്കും. എന്തായാലും അത് അറിയാത്ത വളരെ ഭാഗ്യമാണ് അല്ലേ? 4ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നില്ലേ, എനിക്ക് എന്റെ ജന്മത്തെക്കുറിച്ച് അറിയാം, നിന്റെ ജന്മത്തെക്കുറിച്ചും അറിയാം. നമുക്ക് നമ്മുടെ ജന്മം പോലും അറിയാത്തില്ല. എത്ര ഭാഗ്യാണ്. അപ്പൊ ഏത് മനുഷ്യനും പരമമായ സത്യസാക്ഷാത്കാരത്തിന് അർഹതയുണ്ട്. അതിന് ചില വിശിഷ്ടങ്ങളായ മൂല്യങ്ങളെ വളർത്തിയെടുക്കണം. അങ്ങനെ വിശിഷ്ടങ്ങളായ മൂല്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ് ആധ്യാത്മിക ജീവിതം. നമ്മുടെ ജീവിത സബരിക്ക് പരിവർത്തനമില്ലാതെ വെറുതെ ഭഗവാനെ പ്രാപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നാം ആർദ്രതയോടെ വിളിക്കണം. അത് കഴിഞ്ഞാല് എല്ലാവിധത്തിലുള്ള തിന്മകളിലും ഏർപ്പെടുന്നുണ്ടാവാം. എല്ലാ മാസവും കൃത്യം 1-ാം തീയതി പോയി ഗുരുവായൂരപ്പനെ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലേ? തിരിച്ചു വന്നിട്ടെല്ലാം വേണ്ടാതിനോ കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. 1/2 മണിക്കൂർ നമ്മുടെ നാമജപത്തിലോ ധ്യാനത്തിലോ നമുക്ക് ശാന്തി ലഭിക്കണം എന്ന് വെച്ചാൽ 23.5 മണിക്കൂർ നമ്മുടെ ജീവിതം സുതാര്യമായിരിക്കണം. പൂജ ഗുരുദേവ് പറയും, നിങ്ങളുടെ പൂജാമുറി ഒരു ബാത്റൂം അല്ല. അവിടെ പോയി കഥ കടച്ച് 1/2 മണിക്കൂർ പത്മാസനത്തിൽ കയറിയിരുന്ന് ശ്വാസം വലിച്ചിട്ടിട്ട് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റുന്ന ഒരു ബാത്റൂം അല്ല. ആ 1/2 മണിക്കൂർ അവിടെ ശാന്തി കിട്ടണമെങ്കിൽ ബാക്കി 23.5 മണിക്കൂർ നമ്മുടെ കർമ്മം ശുദ്ധമായിരിക്കണം. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം പരിപാടിയല്ല. അത് പൂജാമുറിയിലും ക്ഷേത്രത്തിലും വരുമ്പോൾ ആശ്രമത്തിൽ വരുമ്പോൾ മാത്രം കിട്ടുന്നതല്ല. 365 ദിവസവും 24 മണിക്കൂറും സതതം കീർത്തയന്തോ മാം എന്ന് പറയുന്നു അല്ലേ? പക്ഷെ എന്നാലും ശ്രമം ഉണ്ടായാലും മനുഷ്യനല്ലേ, ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. എങ്കിലും ലജ്ജിക്കേണ്ട കാര്യമില്ല. അതിനാൽ ഈ യോഗ്യതകളൊക്കെയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തി, ആർജവം. നമ്മളിൽ പലരും കൃഷ്ണഭക്തരാണെന്ന് അഭിമാനിക്കുന്നവരാണെങ്കിലും പക്ഷെ ഈ വക ഗുണങ്ങൾ, ഇപ്പൊ ഈ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങള് നമുക്കുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. അമാനിത്വം, മാനിത്വമില്ലാതിരിക്കൽ, വിനയം. നാം എത്രത്തോളം നിരർത്ഥകമാണെന്ന് തോന്നുന്നുവോ അത്രത്തോളം നമുക്ക് സ്വാർത്ഥകത്വം കൂടുന്ന പറയുക. നാം അപ്പോൾ സ്വയം ഉപയോഗയോഗ്യരായിട്ട് മാറുകയാണ്. ഹ്യൂമിലിറ്റി ഈസ് എ റെയർ ക്വാളിറ്റി. ഇത് മൊമെന്റ് യു ഹാവ് ഗോട്ട് ഇറ്റ്, യു ഹാവ് ലോസ്റ്റ് ഇറ്റ് എന്നാ പറയുന്നത്. ഏത് നിമിഷമാണോ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ നിമിഷം ഇല്ലാതായി പോകും. അതുകൊണ്ട് സ്വയം പ്രകടമാക്കാതിരിക്കുന്നതാണ് ദമ്പം. എല്ലാ മേഖലയിലും നമുക്കിത് കാണാം. ആധ്യാത്മിക രംഗത്ത് പോലും, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയാൽ കാണാം. അതായത് ആന്തരികമായ പരിശുദ്ധി ഇല്ലെങ്കിൽ നാം കൈകാര്യം ചെയ്യുന്ന മേഖല എത്ര പരിശുദ്ധമാണെങ്കിലും അതിനെയും ദുഷിപ്പിക്കും. മനുഷ്യനിലുള്ള പരിവർത്തനമാണ് മുഖ്യം. മനുഷ്യനാണ് ശ്രേഷ്ഠൻ. അതുകൊണ്ടാണ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ പറയുന്നത്, മനുഷ്യരൂപത്തെ സൃഷ്ടിച്ചതിന് ശേഷം ഈശ്വരന് ഏറ്റവും അധികം സന്തോഷമായത്രേ. അതിനു മുമ്പ് പല രൂപങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ രൂപം സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്നെ വളരെയധികം സന്തോഷമായി. തന്റെ താമസം തന്നെ അങ്ങോട്ട് മാറ്റി. നല്ല വീടാണ് അല്ലേ, എന്തിനാ തന്നെ അവിടെ ഇവിടെ പോയി കിടക്കേണ്ടത്? അവിടെ നല്ല വീട് കിട്ടിയപ്പോ അദ്ദേഹം ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടെ. പക്ഷെ പിന്നീട് തോന്നിയിട്ടുണ്ടാവാം, പശ്ചാത്തപിച്ചിട്ടുണ്ടാവാം വേണ്ടിയിരുന്നില്ല എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഉള്ളിൽ കയറിയിട്ട് ഒളിഞ്ഞിരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്തൊക്കെ തിരഞ്ഞിട്ടും കിട്ടാത്തതേ. സ്വന്തം മഹിമയെ നിർലജ്ജം പറയാതിരിക്കുക. തനിക്ക് ലഭിച്ച കഴിവുകളൊക്കെ ഈശ്വര പ്രസാദമാണെന്നെണ്ണാൻ കഴിയണം. അതുകൊണ്ടാണ് വലിയ വലിയ കഴിവുകളുള്ളവരൊക്കെ അത്യന്തം വിനയമുള്ളവരായിരുന്നു. നമുക്ക് എത്രയോ കൃതികളൊക്കെ പ്രകാശിപ്പിക്കട പോകുന്നുണ്ട് അല്ലേ? പുറത്തറിയാതെ, പുറം ലോകം അറിയാതെ പോകുന്നുണ്ട്. കാരണം പലർക്കും അത് എഴുതണമെന്ന് മാത്രമേ ഒരു മോഹമുള്ളേ. ഇത് ആൾക്കാർ എത്ര പേര് വായിക്കണം, പ്രകാശനം ചെയ്യണം, കോപ്പിറൈറ്റ് വായിക്കണം. ഒന്നും വേണ്ട. ഒരു പ്രശസ്തിയും അവർ ആഗ്രഹിച്ചില്ല. ഇപ്പൊ തപോവൻ സ്വാമികളൊക്കെ യാത്രയിൽ പലപ്പോഴും ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. എന്നിട്ടോ അത് അവിടെ മടക്കി വെച്ചിട്ട് പോകും. അദ്ദേഹം ഇപ്പൊ ഈ കിട്ടിയ ഏതാനും കൃതികൾ പോലും അതൊക്കെ ചില മഹാത്മാക്കൾ കണ്ടെത്തി പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ്. പല രത്നങ്ങളെയും നമ്മൾ കാണാതെ പോകുന്നു. എന്തിനധികം ഈ മഹത്തായ ആശയം അർജുനന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് വരെ മനസ്സിലായില്ലല്ലോ. താൻ ആരാണെന്ന് അർജുനന് മനസ്സിലാക്കി കൊടുക്കാൻ കൃഷ്ണൻ വിചാരിച്ചിട്ടുണ്ടോ? സ്വന്തം മഹിമ പ്രകടിപ്പിക്കാതിരിക്കുക, കരുതി കൂട്ടി ഒരു ജീവിയും ഉപദ്രവിക്കാതിരിക്കുക, അഹിംസ, എല്ലാത്തിനെയും സഹിക്കുവാനുള്ള കഴിവ്, ക്ഷമ, സഹനം, ആർജവം, അവനവനോട് നിഷ്കപടത്വം പുലർത്തുക, ആചാര്യോപാസനം, ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരുടെ ഗുണങ്ങളെ നാം ജീവിതചര്യയാക്കുക. അവർക്ക് സഹജമായിട്ടുള്ളത് നമുക്ക് സാധനയായിട്ടെടുക്കുക. അല്ലേ? ശ്രേഷ്ഠ പുരുഷന്മാര് സ്വാഭാവികമായിട്ട് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സാധകന്മാരുടെ സാധനയാണ്. വലിയ വലിയ ആശയങ്ങൾ അവരുടെ ജീവിത രീതി, അവർക്കത് സ്വാഭാവികമായിട്ട് ജീവിതചര്യയായിട്ട് കഴിഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലേക്ക് സാവധാനം പകർത്താൻ ശ്രമിക്കുക, നമ്മുടെ ജീവിതചര്യയാക്കാൻ ശ്രമിക്കുക. ശുചിത്വം, ബാഹ്യ ആഭ്യന്തര ശുചിത്വം. ആധ്യാത്മിക ജീവിയാണെന്ന് പറഞ്ഞും ശുചിത്വം ഇല്ലാതിരിക്കരുത്. ചില പൂജാമുറിയിലൊക്കെ കയറാൻ തന്നെ പേടിയാവും. വിളക്ക് പോലും ഒന്നും തേക്കില്ല,
ഉള്ള ചന്ദനത്തിരിയുടെ ചാരങ്ങളും എവിടെ യജ്ഞപ്രസാദം കിട്ടിയാലും ബുക്ക് കിട്ടിയാലും എല്ലാം സൂക്ഷിക്കാനുള്ള സ്റ്റോർ റൂമാണ് പലരുടെയും സ്റ്റോർ. അല്ലേ? പിന്നെ എങ്ങനെയാ ഭഗവാൻ അവിടെ ഇരിക്കുക? അതുകൊണ്ട് എല്ലായിടത്തും ക്ഷേത്രങ്ങളായാലും ശരി, സ്ഥൈര്യം, സ്ഥിരത, ഏത് നിലപാട് ആണോ നമുക്ക് ബോധ്യമായത് അതിൽ ഉറച്ചു നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാതിരിക്കുക. ആത്മവിനിഗ്രഹ, അവനവന്റെ ഇന്ദ്രിയങ്ങളിൽ ഉള്ളതായ നിയന്ത്രണം. ഈ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമ്മളെ അടിമപ്പെടുത്തുകയല്ല, അടിമത്തത്തിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കുകയാണ് നിയന്ത്രണം കൊണ്ട്. തുടർന്ന് അടുത്ത യോഗ്യതകൾ നോക്കാം. 9. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. അതൊരുമിച്ച് വരണമെന്നാണ്. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, ഇന്ദ്രിയ വിഷയങ്ങളിൽ വൈരാഗ്യം. അനഹങ്കാരം, അഹങ്കാരമില്ലായ്മ. ജന്മ മൃത്യു ജര വ്യാധി ദുഃഖദോഷാനുദർശനം. ജനനം, മരണം, ജര, വ്യാധി തുടങ്ങിയ ജീവിത അനുഭവങ്ങളൊക്കെ ദുഃഖപൂരിതവും ദോഷഭൂഷിതവുമാണെന്ന് നമുക്ക് കാണൽ. ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള വൈരാഗ്യം, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം. എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാല്? മലയാളത്തിൽ പറയുന്ന വൈരാഗ്യമല്ല, കേരളത്തിലൊക്കെ പൊതുവെ അതാ ഉപയോഗിക്കല്ലേ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അവനോട് ദേഷ്യമാണ്, ഇവനോട് ദേഷ്യമാണ്. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗമില്ലായ്മ. വിഗതഃ രാഗം, രാഗമില്ലായ്മ. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളോട് താതാത്മ്യം പ്രാപിക്കുന്നു. അവ നമുക്ക് പ്രീതി നൽകും, സുരക്ഷിതത്വം നൽകും, സുഖം നൽകും എന്ന തോന്നലുള്ളത് കൊണ്ടാണ്. സുഖം തരുന്നില്ലേ? അപ്പോ തീർച്ചയായിട്ടും തരുന്നുണ്ട്. ഈ കണ്ണ് കാണുന്നതിനാണ്, ചെവി കേൾക്കുന്നതിനാണ്, നാവ് രുചി അറിയാൻ വേണ്ടിയാണ്. മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങളെയും ബഹിർമുഖമായിട്ട് സൃഷ്ടിച്ചിട്ടുമുണ്ട്, എല്ലാം അറിയാൻ വേണ്ടിയാണല്ലേ. അപ്പൊ ബാഹ്യ വിഷയങ്ങളെ അറിയുന്നതില്, പക്ഷെ ഈ ബാഹ്യ വിഷയങ്ങളാണ് നമുക്ക് സുഖം എപ്പോഴും നൽകുന്നത്, ശാന്തി നൽകുന്നത് എന്ന് കരുതിയാൽ തെറ്റിപ്പോയി. ഇന്ദ്രിയ വിഷയങ്ങൾ തരുന്ന സുഖങ്ങളൊക്കെ താൽക്കാലികങ്ങളാണ്. ഇന്ന് സുഖം തരുന്ന വസ്തു നാളെ സുഖം തന്നു എന്ന് വരില്ല. നമ്മുടെ മനസ്സിന്റെ നിലയനുസരിച്ചിരിക്കും നമ്മുടെ സുഖദുഃഖങ്ങളുടെ കാഴ്ചപ്പാട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം വളരെ നാളായിട്ട് കൊതിച്ചിരുന്നതാണ്. പിസ്സ കഴിക്കണം, പിസ്സ കഴിക്കണം. അങ്ങനെ പിസ്സയൊക്കെ കൊണ്ടുവന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ പാക്കറ്റൊക്കെ തുറന്ന് ചൂടോടുകൂടി അതിന്റെ എന്താ പറയാ, കൂടെ തന്ന സാധനം, കുറെ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷപൂർവ്വം കഴിക്കാനിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ആക്സിഡന്റിൽപ്പെട്ട അത്യാസന്നമായിട്ട് ഹോസ്പിറ്റലിലാണ്. സാരമില്ല, പിസ്സയല്ലേ നമുക്ക് വലുതല്ലേ, ആരെങ്കിലും കരുതുവോ? ആ നിമിഷം ആ കൊതി ഇല്ലാതാവൂല്ലേ? അപ്പൊ മനുഷ്യ മനസ്സിന്റെ ആ സമയത്തുള്ള നിലപാടാണ് ഒരു വസ്തു സുഖമോ ദുഃഖമോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് സുഖം തരുന്ന വസ്തു അടുത്ത നിമിഷം സുഖം തരണമെന്നില്ല. അതിനാൽ അവയുമായി ബന്ധപ്പെടുമ്പോൾ അതിന്റെ പരിമിതി മനസ്സിലാക്കി വേണം പെരുമാറാൻ. ഇനി
അവയ്ക്ക് എത്രമാത്രം സുഖം നൽകാൻ കഴിയുമെങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമതയ്ക്കനുസരിച്ചിരിക്കും അവയിൽ നിന്നുള്ള സുഖം. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, കഴിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പണ്ടത്തെ പോലെ പറ്റുന്നില്ല. പല്ലിന് ബലമൊന്നും പഴയ പോലെ ഇല്ലേ, പല കുഴപ്പം. പിന്നെ ദഹിക്കാനുള്ള കഴിവും പഴയ പോലെ ഇല്ല. അതിനാല് ലോകത്തിൽ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിന്റെ നശ്വരഭാവം അറിഞ്ഞ് പെരുമാറുക. 3 വയസ്സായ കുട്ടി വീട്ടിൽ ബലൂൺ തട്ടി ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു വീടാൻ തോന്നുന്നു, കാരണം വേറെ കുട്ടികളൊന്നുമില്ലേ, അതുകൊണ്ട് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം അച്ഛൻ ഓഫീസ് വിട്ട് വളരെ ക്ഷീണിതനായിട്ട് തലവേദനയായിട്ട് കയറി വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അച്ഛനെ കണ്ടപ്പോ കുട്ടിക്ക് വളരെ സന്തോഷമായി. അച്ഛൻ ഒരു ബലൂൺ തട്ടി കളിക്കാവുന്നു. ക്ഷീണാണെന്ന് പറയാൻ പറ്റുമോ? ബാഗൊക്കെ വെച്ച് അദ്ദേഹം കുട്ടിയുടെ കൂടെ കളിക്കുന്നു. ബലൂൺ പൊട്ടി. ഇതൊരു സംഭവം. കുട്ടി കരയാൻ തുടങ്ങി. അച്ഛൻ ഉള്ളുകൊണ്ട് വളരെ സന്തോഷമായി. അപ്പൊ ഒരാള് സ്ഥിരമാണെന്ന് വിചാരിച്ചു, അച്ഛനോ എത്രയും പെട്ടെന്നൊന്ന് പൊട്ടി കിട്ടിയാൽ മതി എന്ന് ഓർത്തും കളിച്ചു അല്ലേ, വളരെ ഹാപ്പി. അപ്പൊ ഇത് പൊട്ടുമെന്ന് അറിയാമെന്നത് കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല. അതിനാൽ ഈ ലോക പദാർത്ഥങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ അച്ഛന്റെ മനസ്സോടെ പ്രവർത്തിക്കുക. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം. ഏത് നിമിഷവും ഒരു സോപ്പ് കൊമള പോലെ ഇത് പൊട്ടാം, നമ്മളെ വിട്ടുപോവാം എന്ന ബോധ്യമുണ്ടാവണം. അനഹങ്കാര. ലോകത്തിലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴുണ്ടാവുന്ന വിജയങ്ങളിൽ അഹങ്കാരമുണ്ടാവരുത്. ഓർമ്മിക്കുക, ഓരോ ദിവസവും വരുന്ന പ്ലസ് പോയിന്റുകളൊക്കെ ഈശ്വരാനുഗ്രഹമായിട്ട് കരുത്. ഒന്നിലും അഹങ്കരിക്കരുത്. എത്ര വലിയ ശക്തിയാണെങ്കിലും നിമിഷം മതി ഇല്ലാതാവാൻ, ഇല്ലേ? വലിയ ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളായിരിക്കാം, വലിയ പണ്ഡിതനാവാം. ഈ സ്ക്രൂ അല്പമൊന്ന് ഇളകുകയോ അല്പമൊന്ന് മുറുകുകയോ ചെയ്താൽ തീർന്നതോടുകൂടി, അല്ലേ? ഒരു ബാലൻസിലാണ് ഇതൊക്കെ നിർത്തിയിരിക്കുന്നതേ. നമ്മൾ പറയും സോഡിയം കുറഞ്ഞു പോയി, പൊട്ടാസ്യം കുറഞ്ഞു പോയി, കൂടിപ്പോയി എന്നൊക്കെയാണ് എന്നിട്ട് പറയുക. അപ്പൊ അതുകൊണ്ട് ഈ കഴിവുകളിലൊന്നും അഹങ്കരിക്കരുത്. അനഹങ്കാര. ജീവിതത്തിന്റെ അനശ്വത്വം അറിഞ്ഞു വേണം പെരുമാറാൻ. ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖ ദോഷാനുദർശനം. ജനനം, അതിന്റെ അവസാനം മൃത്യു. ജനിച്ചാൽ മരണം അനിവാര്യമാണ്. അതിന്റെ മധ്യത്തിൽ നടക്കുന്നതൊക്കെ അത്ഭുതങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് കാളിദാസൻ പറഞ്ഞത്, ജീവിക്കുന്നതാണ് അത്ഭുതം, മരണം സ്വാഭാവികമാണ്. നമ്മുടെ ശരീരഘടനയെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ എങ്ങനെയാ ഈ ശരീരം ഓരോ നിമിഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? വലിയൊരു അത്ഭുതമാണല്ലേ. ഒരു പ്ലെയിൻ 100 കണക്കിന് യാത്രക്കാരുമായിട്ട് 1000-ലധികം കിലോമീറ്റർ സ്പീഡില് കടൽ കടന്ന് മറ്റൊരു ദേശത്ത് പോയി ലാൻഡ് ചെയ്യുന്നു. അത്ഭുതമാണ് അല്ലേ? അത് തകർന്ന് താഴോട്ട് വീണാലോ സ്വാഭാവികമാണ്. കാരണം താഴോട്ട് വീഴാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു അതിനല്ലേ. അപ്പൊ അത് വീഴുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമല്ല, അത് സ്വാഭാവികം. പക്ഷെ നമുക്കോ നേരെ തിരിച്ചാണ്. തകർന്നു വീണാലാ നമ്മൾ ചോദിക്കുന്നത്, അയ്യോ എന്ത് പറ്റി, ഇത്ര ഇന്ധനക്ഷമത ഉണ്ടായിരുന്നോ, ഇത്ര ടെസ്റ്റ് ചെയ്താണ്, ഇതൊക്കെ നമ്മൾ പറയൂല്ലേ. അത് വീഴാൻ മുഴുവൻ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അത് അവിടെ പോയി ലാൻഡ് ചെയ്യുന്നതാണ് അത്ഭുതം. അതുകൊണ്ട് ലാൻഡ് ചെയ്ത ഉടനെ വായുപുത്രൻ ഹനുമാനെ സ്മരിച്ചോളുക. നമ്മുടെ ഈ ശരീരത്തിന്റെ ഘടനയൊക്കെ എത്ര വലിയ അത്ഭുതമാണ് നടക്കുന്നത് ഉള്ളിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ.
പക്ഷെ നമ്മളതിനെ അത്ഭുതത്തോടെ വീക്ഷിക്കാറുണ്ടോ? അതിന്റെ പ്രവർത്തനം നിലച്ചാൽ നമുക്ക് അത്ഭുതം. അയ്യോ, ഇത്ര ചെറുപ്പത്തിലേ എന്ത് പറ്റി? നല്ല ആരോഗ്യവാനായിരുന്നല്ലോ, 6 പാക്ക് ഉണ്ടായിരുന്നല്ലോ, അല്ലേ? സൂപ്പർ സ്റ്റാർ ഒക്കെ ജിമ്മിൽ വ്യായാമം എടുത്ത നിമിഷം അറ്റാക്കായിട്ട് പോകുന്നു. എന്ത് പറ്റി? ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ നമുക്ക്? പക്ഷെ നമുക്ക് തിരക്കാണ്. ഈ അത്ഭുതങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാനും നമുക്ക് സമയമില്ല. യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ കയറിയാൽ പോലും ഉടനെ തന്നെ വിളിച്ചു പറയണം, ദാ കയറി കഴിഞ്ഞു, അടുത്തിന്ന ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, ഇതാ ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ അത് വന്നു ഇത് വന്നു, ഇല്ലേ? ഇങ്ങനെ തത്സമയം പലരെ അറിയിക്കണം. അതിന്റെ ഫോട്ടോ എടുത്ത് 4 ആൾക്കാരെ ഇടണം, അല്ലെങ്കിൽ ചെവി 2 സാധനം തിരികൊണ്ട് നടക്കണം. ചുറ്റുപാടും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല, അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് ഒരു 10 ദിവസം മുമ്പ് ഞാനൊരു വീട്ടിൽ താമസിക്കുക, കാഞ്ഞങ്ങാട്. അപ്പോ ആ വീട്ടിൽ എല്ലാവരും വളരെ ദുഃഖത്തോടെ ഇരിക്കുന്നത്. വളരെ നല്ലൊരു ഫാമിലിയാണ്. അപ്പോ പറയാണ്, ഏതാനും മാസം മുമ്പ് അവരുടെ സഹോദരി പുത്രൻ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, പുതിയ ജോലിയൊക്കെ കിട്ടിയാണ്. അപ്പൊ ഈ ചെവിയിൽ ഈ സാധനം തിരികൊണ്ട് ട്രെയിൻ ക്രോസ് ചെയ്ത് മറ്റു സ്ഥലത്തിലേക്ക് പോയതാണ്. വേറൊന്നും വന്നിട്ട് ഇടിച്ചു. അറിഞ്ഞില്ല, ശബ്ദം കേട്ടില്ല. 20 വയസ്സുള്ളൊരു കുട്ടിയാണ്, എല്ലാ കഴിവുമുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, പ്രകൃതിയുമായിട്ടൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നു, അല്ലേ? പ്രകൃതിയുടെ നിയമങ്ങളെ നമ്മൾ അറിയുന്നില്ല. ജനനം മരണം ഇത് പ്രകൃതിയുടെ നിയമമാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ, ജനിച്ചതിന് മരണം സുനിശ്ചിതമാണ്. 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് ഏത് സമയത്തും ഈ അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കാം. ഇവയൊക്കെ കുഴപ്പം കൂടാതെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഏറ്റവും വലിയ ഈശ്വരൻ. ഓർമ്മിക്കുക, നമ്മൾ ഭഗവാനെ ആ ശ്രീകോവിലിൽ മുമ്പിൽ പോയി ദർശിക്കുന്ന സമയത്ത് അവിടെ കാണുന്നത് ഭഗവത് സ്വരൂപം പോലെ പവിത്രമാണ്. ഭഗവാന്റെ ഗിഫ്റ്റാണ് നമ്മുടെ ഈ ഓരോ അവയവങ്ങളും. നമ്മുടെ ഹൃദയവും വൃക്കയും കരളും എല്ലാം അദ്ദേഹം തന്ന ഏറ്റവും നല്ല സമ്മാനമാണ്. അതുകൊണ്ട് അതിനോട് ഒരിക്കലും അനാദരവ് പ്രകടിപ്പിക്കരുത്. എത്ര തിരക്കുണ്ടെങ്കിലും ചിലർക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും സമാധാനമായിട്ട് കഴിയുന്നില്ല, അല്ലേ? നിന്നുകൊണ്ടൊക്കെയാ കഴിക്കുന്നത്. ഇനി ഇരുന്നുകൊണ്ട് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ TV കാണും, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നാൽ സംസാരിക്കും. അന്നം നിന്ദ്യാന്നാ നമ്മൾ പറയുന്നത്, അല്ലേ? അന്നത്തെ നിന്ദിക്കരുതെന്നാ പറയുന്നത്. ആ സമയമെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൂടെ? എത്ര സമയമെടുത്ത അമ്മമാർ അതൊക്കെ ഉണ്ടോ ഉണ്ടാക്കുന്നത്? ഓരോ അന്നവും അതിന് നല്ല ടേസ്റ്റ് കിട്ടണം, അത് നല്ല ആരോഗ്യകരമായിരിക്കണം, ഇല്ലേ? അതിന്റെ ഓരോ ചേരുവകളും ചേർത്തിട്ട്, എന്നിട്ട് അതുകൊണ്ട് മുമ്പിൽ വെക്കുമ്പോ അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക പോലും, ഇത് എന്ത് സാധനം കഴിക്കുന്നതെന്ന് പോലും ഇല്ലാതെ കഴിച്ചാലോ? മാത്രമല്ല, അതാ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് എന്തെല്ലാം പ്രോസസ്സാണ് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ആ വിരളൊക്കെ നമുക്ക് വലിയൊരു യജ്ഞമാണില്ലേ ഒരു ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. വിരളൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഉരുട്ടി ഇങ്ങനെ കഴിക്കാം. പല്ലൊക്കെ ചവച്ചരയ്ക്കും. അതരയ്ക്കുന്ന സമയത്ത് നാവ് ഏത് ഗ്രൈൻഡറും വടിച്ചിടുന്നേക്കാളും വിദഗ്ധമായിട്ട് ഉള്ളിലേക്ക് വടിച്ചിടും. പുറത്തേക്ക് പോകാതെ ചുണ്ടുകളൊക്കെ അതിനെ സംരക്ഷിക്കും. ഇനി ആ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് 2 ഗേറ്റ് ഉണ്ട്. ഒരു ഗേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അടയും, അല്ലെങ്കിൽ ഒടുക്കത്തെ കഴിക്കലാണ്. അത് കൃത്യമായിട്ട് ഉള്ളിലേക്ക് ചെല്ലുന്നു. അന്നനാളത്തെ കൂടെ, ഇല്ലേ? ശ്വാസനാളത്തെ കൂടെ പോയാലോ തീർന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഉള്ളിൽ ചെന്നാൽ പഞ്ചപ്രാണന്മാർ പ്രാണൻ വ്യാനൻ ഉദാനൻ സമാനൻ, അല്ലേ? ഓരോന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം സംവിധാനങ്ങളാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ഈ ശ്രദ്ധയൊക്കെ നമുക്ക് വേണം. പക്ഷെ ഇത്രയൊക്കെ നമ്മൾ ഇതിലേക്ക് പിടിച്ചിട്ടും വലിയ അപകടമൊന്നും ഉണ്ടാവുന്നില്ല. അതാണ് ഈശ്വരന്റെ കല. ദിവസവും മൃത്യു നമ്മുടെ അടുത്തുകൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഭഗവാൻ മൃത്യുവിനെ മാറ്റുന്നു.
ജനന മരണത്തിന്റെ ഇടയിൽ ജന്മ മൃത്യു ജരാവ്യാധി, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ, തളർച്ച, ദുഃഖദോഷാനുദർശനം. ജന്മം തന്നെ ദുഃഖമാണ്, മരണവും ദുഃഖമാണ്. അതാണ് രണ്ട് സമയത്തും കരയുന്നത്. ഒന്ന് സ്വയം കരഞ്ഞുകൊണ്ട് വരുന്നു, മറ്റത് മറ്റുള്ളവരെ കരയിപ്പിച്ചു പോകുന്നു. ഓർമ്മിക്കുക, ജീവിതത്തെ തന്നെ നിരാശാജനകമായിട്ട് നെഗറ്റീവായിട്ട് കാണിക്കുകയല്ല ഇവിടെ, മറിച്ച് ജീവിതത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അപ്പൊ നിരുത്സാഹപ്പെടുത്തുകയല്ല, ജീവിതം യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിതത്തോട് ബന്ധപ്പെടുക. അല്ലാതെ ഇതൊന്നും എനിക്ക് വരില്ല, എല്ലാം തികഞ്ഞ ആളാണ്, എല്ലാ പ്രൊട്ടക്ഷനും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചാലോ? എത്രയോ ദുരന്തങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരെ ബാധിച്ച് തന്നെയും ബാധിക്കാം എന്ന യാഥാർത്ഥ്യത്തോടു കൂടി ജീവിക്കുക. എല്ലാവർക്കും സംഭവിക്കുന്നത് തനിക്കും സംഭവിക്കും എന്നറിയുന്ന ഒരു സമാധാനമല്ലേ? ഇപ്പൊ പെട്ടെന്ന് കറണ്ട് പോയി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ ഉടനെ ചെയ്യുക? പുറത്തിറങ്ങി വലത്തുവശത്ത് വീടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കും, അവിടെ കറണ്ട് ഉണ്ടോ? ഓ, അവിടെയും പോയി, സമാധാനം. ഇടത്തുവശത്തേക്ക് നോക്കി, അവിടെയും പോയി, അതിലും സമാധാനം, പരമസന്തോഷം. നേരെ മറിച്ച് അങ്ങോട്ട് നോക്കി അവിടെ കറണ്ട് ഉണ്ട്, ഇവിടെ നോക്കി ഇവിടെയും കറണ്ട് ഉണ്ട്, നമുക്ക് മാത്രം ഇല്ലെങ്കിലോ ആകെ പ്രശ്നമായി. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവരെയും ബാധിക്കുന്നതാണല്ലേ, നമ്മളെയും ബാധിക്കാം. ഭഗവാന്റെ സൃഷ്ടിയിൽ എന്തും എപ്പോഴും സംഭവിക്കാം. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ഭഗവാൻ കൃഷ്ണ ഗീതാോപദേശമൊക്കെ കഴിഞ്ഞിട്ട് എന്താ തന്റെ മുമ്പിൽ നടന്നത്? കേവലം 16 വയസ്സ് മാത്രമുള്ള അർജുനപുത്രൻ മരിക്കുന്നു, വളരെ ദാരുണമായി കൊല്ലപ്പെടുന്നു. എന്തേ അതില്ലാതാക്കാൻ ശ്രമിച്ചില്ല? കൃത്രിമ സൂര്യഗ്രഹണം പോലും സൃഷ്ടിച്ച് ജയദ്രഥനെ വധിക്കാൻ കൂട്ടുനിന്ന കൃഷ്ണന് ഈ മഹാഭാരത യുദ്ധം കഴിയുന്നത് വരെയെങ്കിലും ആ അഭിമന്യുവിനെ കാത്തുരക്ഷിച്ചുകൂടായിരുന്നോ? പക്ഷെ പ്രകൃതിയുടെ നിയമം അനുസരിക്കുകയാണ്. ഈശ്വരൻ പോലും ഈശ്വര നിയമത്തെ ലംഘിക്കുന്നില്ല, ആദരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ വിധത്തിലുള്ള അനുഭവങ്ങളെയും ഈശ്വര പ്രസാദമായിട്ട് സ്വീകരിക്കുക, വിനയപൂർവം സ്വീകരിക്കുക. ഇതൊരു അശുഭകരമായ ജീവിത വീക്ഷണമായി എടുക്കാതെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞു മുന്നേറുവാനുള്ള ഒരു ആഹ്വാനമായിട്ടെടുക്കുക. നമ്മുടെ വിദ്യാഭ്യാസ രീതികളിലൊക്കെ ഈ ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത്. കേവലം അക്ഷരാഭ്യാസം കൊണ്ട് പല ആഘാതങ്ങളും താങ്ങുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. മറിച്ച് സദാചാരപരമായ മൂല്യങ്ങളും അചഞ്ചലങ്ങളായ ഭഗവത് വിശ്വാസവും സമന്വയിക്കപ്പെട്ട ഒരു രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര ശക്തമായ ജീവിത യാഥാർത്ഥ്യങ്ങളെയും നേരിടുവാനായിട്ട് അവർ സജ്ജരാകും. ഇന്ന് വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിലാണ് ആത്മഹത്യാ പ്രവണതയൊക്കെ കൂടി വരുന്നത്, അല്ലേ? അക്രമവാസങ്ങൾ കൂടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ശൈലിയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. തുടർന്ന് 10. അസക്തിരനഭിഷ്വംഗഃ പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. അസക്തി, ആസക്തിയില്ലായ്മ. പുത്രധാര ഗൃഹാദിഷു അനഭിഷ്വംഗഃ. പുത്രൻ, ഭാര്യ, ഗ്രഹം തുടങ്ങിയവയിൽ അമിതമായ അഭിനിവേശമില്ലായ്മ.
ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം സമചിത്തത്വം. ഇഷ്ടമോ അനിഷ്ടമോ എന്ത് വന്നാലും മനസ്സിന്റെ സമനില തെറ്റാതിരിക്കൽ. പുത്രധാര ഗൃഹാദിഷു അനഭിഷ്വംഗ. മക്കളോടും ഭാര്യയോടും വീടിനോടുമുള്ള ഉത്തരവാദിത്വം ഇല്ലാതിരിക്കലല്ലത്. ചിലരുണ്ട് ആധ്യാത്മികത എന്നൊക്കെ പറയും, വീട്ടുകാരെ നോക്കല ഒന്നും നോക്കലല്ലേ, അത് പാടില്ല. സ്വന്തം ഉത്തരവാദിത്വം നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം. കാരണം കർത്തവ്യ നിർവഹണത്തിന് അങ്ങേറ്റം പ്രാധാന്യം കൽപ്പിച്ച ഒരു സംസ്കാരമാണ് നമ്മുടേത്. നാം സമാരാധിക്കുന്ന ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ഇവരൊക്കെ ഉത്തമ ഗൃഹസ്ഥാശ്രമയുടെ അധിപന്മാരായിരുന്നു അല്ലേ? അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഈ ധർമ്മങ്ങൾ തന്നെയാണ്. അവരൊക്കെ ജീവിച്ചതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ അതിസ്നേഹമില്ലായ്മ, ഒട്ടലില്ലാതെ. ഈ അതിസ്നേഹമാണ് നമ്മളെ അടിമയാക്കുന്നത്. പലപ്പോഴും നമ്മളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു. നമ്മുടേതായ ചുമതലകളൊക്കെ നിർവഹിക്കുക, ചെയ്യേണ്ട സമയം വരെ എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖ ഉണ്ടായിരിക്കണം. കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുക നമ്മൾ. പക്ഷേ അവരാണ് നമ്മുടെ സുരക്ഷിത കേന്ദ്രം എന്ന് കരുതിയാലോ, ജീവിതകാലം മുഴുവൻ അവരെ എനിക്ക് സംരക്ഷിച്ചു കൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചാലോ, എന്തിനാ നമുക്ക് ഈ വാനപ്രസ്ഥം എന്നൊരു ആശ്രമമൊക്കെ തന്നിരിക്കുന്നത്? റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞാലെങ്കിലും ഈ ആധാരം കെട്ടും താക്കോൽ കൂട്ടമൊക്കെ മക്കളെയും മരുമക്കളൊക്കെ ഏൽപ്പിക്കണേ. ഇത് 80 വയസ്സായാലും താക്കോലും കെട്ടിയിട്ട് നടക്കുവാണ് മുത്തശ്ശിയെ, കൊടുക്കില്ല. അയ്യോ, അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടിച്ചിറക്കിയാലോ? അതല്ലേ കാണുന്നത്. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൊടുത്താണ് നമ്മൾ അവരെ വളർത്തിയെങ്കിൽ ഒരു ഭയവും നമുക്കുണ്ടാവില്ല. അതാണ്. അതുകൊണ്ട് എല്ലാം ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ട്, അതായത് ജീവിത സായാഹ്നം വരെ വീട് നോക്കിയിരിക്കാൻ നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ശ്രേഷ്ഠമായ മനുഷ്യജന്മ കിട്ടിയിരിക്കുന്നത്, അതിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ. അത് ഓരോ സമയത്തും ഓരോ സ്റ്റേജിനാണ് 4 ആശ്രമങ്ങളൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ വാനപ്രസ്ഥം എന്ന് പറയുന്നത് നമുക്ക് അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ട. അപ്പോൾ ചോരുക എപ്പോഴാണ് വാനപ്രസ്ഥത്തിലേക്ക് കിടക്കേണ്ടതെന്ന് അതിൻ്റെ ഒരു നമ്മൾ സ്വയം നിശ്ചയിക്കണം അല്ലേ. അതായത് ഇപ്പോൾ 55 വയസ്സിലാ റിട്ടയർമെന്റ്, ചിലർക്ക് 60, ചിലർക്ക് 65. ഇതൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഓരോരുത്തർക്കും ഇത് സബ്ജക്റ്റീവാണ്. എന്നാലും പ്രകൃതി ചില അടയാളങ്ങളൊക്കെ തരുന്നുണ്ട്. അതിനെ നമ്മൾ അറിയുക. അദ്ദേഹത്തിന്റെ കോർട്ടിൽ നിന്നും ചില സമൻസുകളൊക്കെ വരും. ഫസ്റ്റ് സമൻസാ വരുന്നത് എന്ത്? തലയൊക്കെ നരച്ചു തുടങ്ങും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കളർ മാറും. അപ്പൊ സമൻസ് വന്നു കഴിഞ്ഞാൽ മറുപടി അയക്കണം എന്നാണ്. അപ്പൊ നമ്മൾ പറയും ഗോദ്രേജ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ മടക്കത്തപാൽ തന്നെ മറുപടി അയച്ചു. ഇപ്പൊ 70 വയസ്സായ ചെറുപ്പക്കാരല്ലാടത്തും നാരാന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അപ്പോഴാ രണ്ടാമത്തെ സമൻസ് അയക്കുക. തൊലിയൊക്കെ ചുക്കിച്ചുളുങ്ങിയാ തുടങ്ങി. ഇത് പണ്ടേ അറിയാവുന്നതുകൊണ്ട് കിട്ടാവുന്ന ഓയിൽമെന്റ് ഒക്കെ പണ്ടേ തോന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് അതിന് രക്ഷപ്പെടും. രണ്ടാമത്തെ അയച്ചു. മൂന്നാമത്തെ സമൻസ് കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ, കിട്ടാവുന്ന യന്ത്രം ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതിനും മറുപടി അയച്ചു. ഈ 3 സമൻസേ പൊതുവെ കോടതിയിൽ നിന്ന് അയക്കാറുള്ളൂ. പിന്നെ ജാമ്യമില്ല, വാറണ്ടാ വരിക. ഈ വാറണ്ട് വരുന്ന സമയത്ത് എന്തായാലും എന്നെ കൊണ്ടുപോകില്ലേ, ഒരു രക്ഷയില്ല. വലിയ യാത്രയാണോ? ഞാൻ ഈ ഭക്ഷണം എടുത്തു വെച്ചത് മുഴുവൻ കഴിച്ചിട്ട് വന്നാൽ മതിയോ? ചിലപ്പോ തൊണ്ടേ കുടുങ്ങി പോയെന്നൊക്കെ കേൾക്കുന്നതേ. ഉള്ളിലേക്ക് ഇട്ടതൊന്ന് ഇറക്കാൻ പോലും നിങ്ങൾക്ക് സമയം തരില്ല, ഒരു സെക്കൻഡ് പോലും. ഈ ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അല്ലേ. ഓരോ നിമിഷവും നമുക്കൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ വേണ്ട സമയത്ത് ചെയ്യുക.
അതിലെല്ലാം ഒരു ലക്ഷ്മണരേഖയും എപ്പോൾ നിർത്തണം എന്ന് തോന്നിയാൽ നിർത്താനും സാധിക്കുക. ഈ ഒട്ടലില്ലാതെ. ഇവരാണ് നമ്മുടെ സുരക്ഷിത കേന്ദ്രം, ഇവരാണ് ജീവിത സായാഹ്നം വരെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒട്ടലില്ലാതിരിക്കുക. അല്ലാതെ കുടുംബമോ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒന്നും ദുഃഖ കാരണമല്ല. പക്ഷേ അവരിൽ നിന്നും എനിക്ക് ഇന്നതൊക്കെ കിട്ടണം, ഇന്നതൊക്കെ വേണം എന്നാഗ്രഹിക്കുമ്പോൾ അതൊക്കെ ദുഃഖഹേതുക്കളായിട്ട് മാറും. അതിന് വിഘ്നമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പലർക്കും താങ്ങാൻ പോലും ആവില്ല. അതിനാല് ഇവരിൽ ആസക്തമാവാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളെ ധിക്കരിച്ചു എന്ന് വരാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല. വനവാസത്തിന് സീതയോട് വരണ്ടാന്ന് രാമൻ ആകുന്നു പറഞ്ഞു ഇല്ലേ? അവിടെ വന്യമൃഗങ്ങളുണ്ട്, രാക്ഷസന്മാരുണ്ട്. നീ കൗസല്യാദേവി അമ്മയെ ശുശ്രൂഷിച്ചിവിടെ കഴിഞ്ഞോളാൻ ആകുന്നത് പറഞ്ഞതാണ്. പറ്റില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ വരണം. പിന്നെ എന്താ ഉണ്ടായെന്ന് നമുക്കറിയാം. ഇനി ശ്രീരാമചന്ദ്രജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, ആരാധ്യനായ ആളാണ് പരമശിവൻ. ദക്ഷയാഗത്തിന് പോകണ്ടെന്ന് സതിയോട് ആവുന്നു പറഞ്ഞു. എല്ലാവരും പോകുമെന്ന് നമ്മൾ പോകാതിരുന്നാലോ? അതിന് തന്നെ വിളിച്ചിട്ടില്ലല്ലോ. വിളിച്ചിട്ടില്ലെങ്കിൽ പോകാമല്ലോ, സ്വന്തം വീടല്ലേ എന്ന്. രാമൻ എന്തായാലും കൂട്ടിക്കൊണ്ട് പോയി സീതയെ. പക്ഷെ മറ്റേ ആൾ ഇനം വേറെ ആയിപ്പോയി, തപസ്യാണേ, അനങ്ങിയില്ല. അപ്പൊ തന്റെ വാക്കുകൾ കേൾക്കാതെ പോകുന്ന സീതയ്ക്ക് വരാനിരിക്കുന്ന, ആ സതീദേവിക്ക് വരാനിരിക്കുന്ന ആപത്ത് മുൻകൂട്ടി അറിഞ്ഞതിനാൽ പിന്തിരിപ്പിച്ചുമില്ല. അവതാര പുരുഷന്മാരുടെ പോലും അനുഭവം ഇതാണെങ്കിൽ സാധാരണക്കാർക്ക് പിന്നെ എന്താ? അനഭിഷ്വംഗ. ആധ്യാത്മിക ജീവിതം ജീവിത യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുകയോ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല. ആ ഒരു ഭാവം മനസ്സിലാക്കി അതിനോട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. എല്ലാ ബന്ധങ്ങളും ഊഷ്മളമായി തന്നെ കൊണ്ടുപോകണം. അവർ എന്തൊക്കെ നമുക്ക് നൽകുന്നുണ്ടോ അതൊക്കെ പരമാവധി ഇരട്ടിയായിട്ട് തിരിച്ചങ്ങോട്ട് നമ്മൾ കൊടുക്കുകയും വേണം. പക്ഷെ ഒന്നിലും അമിതമായി സുരക്ഷിതത്വ ബോധം ഇല്ലാതിരിക്കുക. അവയെല്ലാം അസ്ഥിരമായിട്ടുള്ളതാണ്. സ്ഥിരമായിട്ടുള്ളത് ക്ഷേത്രജ്ഞൻ മാത്രമാണ്. ഇനി പ്രതിപാദിക്കാൻ പോകുന്ന വിഷയമാണത്. അസക്തിരനഭിഷ്വംഗ പുത്രധാര ഗൃഹാദിഷു നിത്യഞ്ച സമചിത്തത്വം. എല്ലായ്പ്പോഴും സന്തുലിതാവസ്ഥ പ്രാപിക്കുക, ഇഷ്ടങ്ങളിലും അനിഷ്ടങ്ങളിലും. അത് ശാരീരികമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, മാനസികമായ അനുഭവങ്ങളിലായിരിക്കാം, ബുദ്ധിപരമായ അനുഭവങ്ങളായിരിക്കാം. അല്ലേ? ഈ ദ്വന്ദ്ങ്ങളൊക്കെ ഈ 3 സ്റ്റേജിലല്ലേ വരുന്നത്. ഇങ്ങനെ ശരീര മനോ ബുദ്ധിതലത്തിൽ നമുക്ക് ഹൃദ്യമായിട്ടുള്ളതും ഹൃദ്യമല്ലാത്തതുമായ അനുഭവങ്ങൾ വരും. അവയൊക്കെ വരുമ്പോൾ നമ്മുടെ ഇച്ഛയെ അടിച്ചേൽപ്പിക്കാതിരിക്കുക, അവയെ അംഗീകരിക്കുക, അതിനെ ആദരിക്കുക. നാം അവയിൽ നിന്നും മാറണം. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ നമ്മൾ തുടരുക. അനീതിപൂർവകമായ അനുഭവങ്ങളോട് അലിഞ്ഞു ചേരണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർ പോകുന്ന വഴി തെറ്റാണെന്ന് കണ്ടാൽ നമ്മളായിട്ട് അവരെ മാറ്റാനായിട്ട് ശ്രമിക്കാനൊന്നും പോകണ്ട. കാരണം ഒരു പരിധിയുണ്ട് നമുക്കില്ലേ. ഒരുപക്ഷെ നമ്മുടെ ശാന്തി കളയുകയുള്ളത്. ചിലരുടെയൊക്കെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ ഞാൻ മാറ്റിമറിക്കുമെന്ന് കണ്ടിട്ടാണ് പോകുന്നത് അല്ലേ. അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നമ്മൾ സ്വയം മാറണം. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രമിച്ചിട്ടും ദുര്യോധനെ മാറ്റാൻ സാധിച്ചോ? അദ്ദേഹം അർജുനനെ മാറ്റുന്നത് ഗീതാോപദേശത്തിലൂടെയാണ്. അപ്പോ
മനുഷ്യ മനസ്സിനെ പക്വതയോടെ വേണം സമീപിക്കുവാൻ. പക്വതയുണ്ടെങ്കിൽ മാത്രമേ അവർ കേൾക്കുവാൻ തയ്യാറാവുകയുള്ളൂ. ഇത് നിർബന്ധിച്ച് കേൾപ്പിക്കേണ്ട ഒരു വിഷയമല്ല. അതിൽ ഒരു താല്പര്യം ഉണരണം. അല്ലാതെ ഇത്രയും വലിയ ആശയങ്ങളൊന്നും മനുഷ്യ മനസ്സിൽ അങ്കുരിക്കുകയില്ല. അപ്പൊ ഇവിടെ ഇഷ്ടമായ അനുഭവങ്ങൾ വരും, അനിഷ്ടങ്ങളായ അനുഭവങ്ങൾ വരുമ്പോൾ സമചിത്തത്വം. ആഗമ അപായിനഃ അനിത്യഃ, ഇത് വന്നും പോയും ഇരിക്കുന്നതാണ് എന്നറിയുക. ഈവൻ ദിസ് വിൽ പാസ് അവേ, ഒന്നും സ്ഥിരമല്ലെന്ന് എപ്പോഴും ഓർമ്മിക്കുക. ജീവിത വിജയമല്ല സുഖം, ജീവിത പരാജയമല്ല ദുഃഖം, ജീവിതമാണ് പ്രധാനം. ഓരോ ദിവസത്തിന്റെയും യോഗ്യത എന്താണ്? ആ ദിവസം സന്തുലിതാവസ്ഥയിൽ ഇരിക്കുക എന്നതാണ്. സമത്വം എന്ന് പറയും, ആടി ഉലയാതിരിക്കുക. ഒരിക്കലും നമ്മുടെ മനസ്സിനൊരു വ്യഥയുണ്ടാവാതിരിക്കുക. ദുര്യോധനൻ ശ്രീകൃഷ്ണനെ അപമാനിച്ചു, പിടിച്ചു കെട്ടിയിടാൻ ശ്രമിച്ചു. പരശുരാമൻ ശ്രീരാമനെ അപമാനിക്കുന്നു. ഇതിനൊക്കെ എങ്ങനെയാ അവര് അഭിമുഖീകരിച്ചത്? അപ്പോ പരാജയങ്ങളെ സന്തുലിതമായി അഭിമുഖീകരിക്കുന്ന ഒരു ദർശനമാണ് ഈശ്വര ദർശനം. തുടർന്ന് പരനാമ ശ്ലോകം. മൈശാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണീ വിവിക്തദേശസേവിത്വം അരതിർജന സംസദി. മൈ, എന്നിൽ, ശ്രീകൃഷ്ണ പരമാത്മാവിൽ എന്ന് പറയുമ്പോൾ കേവലം ദേവകി വസുദേവ പുത്രൻ മാത്രമല്ല എന്ന് അർജുനൻ ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. നമുക്ക് ബോധ്യമാവണം. 2-ാം അധ്യായം മുതൽ ശ്രീകൃഷ്ണൻ ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പൊ അർജുനൻ കാണുകയുണ്ടായി, ഇക്കാണുന്ന വിഭൂതി മുഴുവൻ താനാണെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. ഈ വിശ്വം മുഴുവൻ കണ്ട സമയം അർജുനൻ ഭയപ്പെടുക തന്നെ ഉണ്ടായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർത്ഥന്റെ സാരഥി ജഗത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മസ്വരൂപമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. നോക്കൂ, നമ്മൾ യോഗ്യരായി മാറുമ്പോൾ ഈശ്വരൻ സേവകനായിട്ട് നമ്മുടെ കൂടെ വരികയാണ്. ഇതാണ് അർജുനനുണ്ടായ മഹാഭാഗ്യം. മൈ എന്നാൽ ജഗതീശ്വരനിൽ. ഇവിടെ കൃഷ്ണനോ ശിവനോ ബ്രഹ്മാവോ ഇനിയിപ്പോ മറ്റു മതങ്ങളെ വിശ്വസിക്കുന്നില്ല, എന്തോ ആവട്ടെ, മൈ, അങ്ങനെയുള്ള തന്നിൽ അവ്യഭിചാരിണീ ഭക്തി, ഇളകാത്ത ഭക്തി. അങ്ങനെ അചഞ്ചലമായ ഭക്തിയുള്ളവർക്ക് എന്ത് ആഘാതങ്ങൾ വന്നാലും ഭക്തി കൂടുകയല്ലാതെ കുറയുകയില്ല. ഇതാണ് അചഞ്ചല ഭക്തിയുടെ സ്വഭാവം. ഭക്തനും പ്രതിസന്ധികൾ വരാം, അനശ്വരങ്ങളായ പല തരത്തിലുള്ള അഹിതങ്ങളും സംഭവിക്കാം. അവിടെയൊക്കെ അദ്ദേഹം ഒരു ഈശ്വരാനുഗ്രഹത്തെ കാണുന്നു. പൂജ്യ ഗുരുദേവ് പറയും, in all adversities there is a spiritual treasure hidden. എല്ലാ ദുഃഖങ്ങളായ അനുഭവങ്ങളിൽ കൂടി പോകുമ്പോൾ ഓർമ്മിക്കൂ, അതിലൊക്കെ ഒരു നിധി നമുക്ക് കാത്തിരിപ്പുണ്ട്. നമ്മളെ യോഗ്യരാക്കുകയാണ്. എല്ലാ ദുരന്തങ്ങളിലും ഈശ്വരാനുഗ്രഹം അന്തർഭവിച്ചിരിക്കുന്നു. ഇവിടെ ഒരു വനിത ഭാരതത്തിൽ പ്രാർത്ഥിക്കുന്നു, ഹേ ഭഗവൻ, എനിക്ക് അനസ്യൂതം ദുഃഖങ്ങളെ നൽകിയാലും എന്റെ മനസ്സിനിപ്പം മാറിപ്പോണ്ടാണ്. ഇതുണ്ടെങ്കിൽ അങ്ങനെ ഉറച്ചു നിൽക്കുമെങ്കിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ഭഗവാനോടുള്ള ഭക്തിക്ക് ഒരു കുലുക്കവും വരാതിരിക്കുക. എങ്ങനെ? അനന്യയോഗേന. ഞാനും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല.
ഭഗവാനുമായിട്ട് സംയോജിക്കുന്ന ഭക്തിയായിരിക്കണം. അതാണ് ഭക്തിയുടെ പാരമ്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഭക്തനാണല്ലോ ശ്രീ നാരദര്. ഭക്തിക്ക് ഏറ്റവും വലിയ ഗ്രന്ഥം എന്താ പറയാ, നാരദ ഭക്തി സൂത്രം എഴുതിയ ആളില്ലേ. എന്താ അനന്യത എന്ന് അദ്ദേഹം പറയുന്നവിടെ. അന്യാശ്രയാണാം ത്യാഗഃ ഇതി അനന്യത. മറ്റുള്ള എല്ലാ ആശ്രയങ്ങളെയും ഉപേക്ഷിക്കുന്നതാണ് അനന്യത. എന്നിട്ടോ ഭഗവാനെ മാത്രം ആശ്രയിക്കും. ഇതെപ്പോഴും നമ്മൾ ഉണ്ടാവണം അല്ലേ? ഭക്തന്മാർക്കൊക്കെ ഭഗവാൻ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 5 പ്രബലന്മാരായ ഭർത്താക്കന്മാര് തടി പോലെ ഇരിക്കുകയാണ് അവിടെ ഒരു സഭയില്. വലിയ വലിയ ആചാര്യന്മാര്, ശ്രേഷ്ഠന്മാരായ വ്യക്തികളൊക്കെ ഇരിക്കുന്നു. ആ പാഞ്ചാലിയെ അപമാനിക്കുന്ന സമയത്ത് എല്ലാവരും തലയും താഴ്ത്തിയിരുന്നു അല്ലേ? ഇവരൊക്കെ തന്നെ രക്ഷിക്കും, തന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് അമ്മ കരുതി. പക്ഷെ അവരാരും ഉണ്ടായില്ല, തലയും താഴ്ത്തിയിരുന്നു. ധർമ്മത്തിനെ കുറിച്ചും അവിടെ ധർമ്മദോഷത്തെ കുറിച്ചൊക്കെ പരിതപിച്ചല്ലാതെ, ഭീമൻ മാത്രം ഒന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയെന്നല്ലാതെ വേറെ ആരും ഒന്നും ചെയ്തില്ല അല്ലേ? തനിക്ക് ഇവരെ ഒന്നും ആശ്രയിക്കാൻ പറ്റില്ലെന്ന് പൂർണ്ണ ബോധ്യം വന്നപ്പോൾ തന്റെ സ്വന്തം കഴിവ് കൊണ്ട് തന്നെ മാനം രക്ഷിക്കാൻ ശ്രമിച്ചു അല്ലേ? ഒരു കൈ കൊണ്ട് സാരി പിടിച്ചു നോക്കി, അവിടെയും രക്ഷപ്പെടുന്നില്ല. 2 കൈയും ഇട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അനന്യമായിട്ട് ഭഗവാനെ വിളിച്ചപ്പോൾ പിന്നെ കാഞ്ചീപുരം ബനാറസ് സാരികളുടെ ഒരു ഒഴുക്കായിരുന്നില്ലേ? അന്യാശ്രയാണാം ത്യാഗഃ. ഈ കഴിവൊന്നും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ലെന്ന് പൂർണ്ണ ബോധ്യം വരുമ്പോൾ, ആശ്രയിക്കാൻ ഒരാള് മാത്രമേ ഉള്ളെന്ന് ബോധ്യം വരുമ്പോൾ, അതായത് മറ്റുള്ള ആശ്രയങ്ങളെയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹം അനന്തമായി നമുക്ക് അനുഭവപ്പെടും. ഈ ഭക്തി കിളക്കം തട്ടുമ്പോഴാണ് ഈ മതപരിവർത്തനമൊക്കെ ഉണ്ടാവുന്നത്. ഇത്രയും നാള് ഗുരുവായൂരപ്പനെ ആശ്രയിച്ചില്ലേ, എന്നിട്ട് എന്റെ കുട്ടിയെ കൊണ്ടുപോയില്ലേ എന്നാ പറയുന്ന ചിലര്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളില്ലേ, എന്റെ ബിസിനസ് പോയില്ലേ, അത് പോയില്ലേ, ഇത് പോയില്ലേ. അപ്പോഴാണ് വേറെ ചില ആൾക്കാർ വീട്ടിൽ കയറി വരിക. ദേ ഇതിനൊക്കെ ആശ്രയിച്ചിരുന്നിട്ടാ കുഴപ്പമായതേ, ആ ഗുരുവായൂരപ്പനൊക്കെ കളഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്നോളാൻ, ഞങ്ങൾ പ്രാർത്ഥിക്കാവുന്നു. ഇഷ്ടംപോലെ ഏജന്റുമാര് കയറി ഇറങ്ങും. ഈ ദുർബല മനസ്സുകള് പെട്ടെന്നിലേക്ക് പെടും. ഞങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. നമ്മുടെ മഹത്തായ പൈതൃകത്തെ കുറിച്ചുള്ള അജ്ഞാനം. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗുണങ്ങൾ തന്നെ, ഇപ്പൊ ഈ പറയുന്ന സാധനങ്ങൾ, ഈ 20 പോയിന്റുകൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കൂ. ഇത് പഠിച്ച് മാനേജ്മെന്റ് ക്ലാസ്സുകൾ എടുക്കുന്ന പല ആൾക്കാരും മാനേജ്മെന്റ് ഗുരുക്കന്മാര്. ഗീതയിൽ നിന്നാണെന്ന് മാത്രം പറയില്ല, മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന മാനേജ്മെന്റ് ഗുരുക്കന്മാരുണ്ട്. കൂട്ടത്തിൽ കുറച്ച് മേൻപൊടിയൊക്കെ ചേർക്കുമെന്ന് മാത്രം അവര്. ലോകത്തിലെ എല്ലാ ആശയങ്ങളും വ്യാസനിൽ നിന്ന് തന്നെ പോയതാണ്. അതാണ് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയുന്നത്. എക്കണോമിക്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും എല്ലാം, രാഷ്ട്രതന്ത്രമായാലും ഒക്കെ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഭൂരിപക്ഷം കേൾക്കുന്ന ഹിന്ദുക്കളുമാണ്. എന്നിട്ടോ കയ്യടിക്കും, അഭിനന്ദിക്കും, ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് അവർ നമ്മളെ പഠിപ്പിച്ചിട്ട് കോടീശ്വരന്മാരാകും. ഇന്ന് പലയിടത്തും അതാ കാണുന്നത്. ഒരിക്കൽ അഭിന്റെ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഒരു ജ്ഞാനയജ്ഞവേദിയിൽ കാര്യം പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ ഭഗവത്ഗീത പഠിക്കുകയും നിങ്ങളുടെ കുട്ടികൾക്ക് അത് വേണ്ടവണ്ണം പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങളിത് സ്വാമി ടിക്സാനന്ദ എന്നും സ്വാമി ഗോഡ്സാനന്ദ എന്നും ഒക്കെ പഠിക്കേണ്ടി വരുമെന്ന്. ഇപ്പൊ നമ്മൾ അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശ സർവകലാശാലയിലൊക്കെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. അവരൊക്കെ ഇത് 2 കൈ നീട്ടി സ്വീകരിക്കുന്നു, പഠിക്കുന്നു, അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു.
നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചാൽ അതിന് വലിയ വലിയ പ്രശ്നങ്ങളാണല്ലേ. നമ്മുടെ പൈതൃകത്തെ പഠിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അനന്യമായ ഭക്തി, ദുരന്തങ്ങൾ എല്ലായിടത്തും സംഭവിക്കും. ഇന്ന സമ്പ്രദായത്തിൽ വന്നാൽ ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ? അത് ജീവിത നിയമമാണ്. പക്ഷെ ഈ സമ്പ്രദായത്തിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അതിനെ അതിജീവിക്കുവാനും അഭിമുഖീകരിക്കുവാനുമുള്ള രീതികൾ ഇവിടെ ഉണ്ട്. അതാണ് നാലപ്പാട്ട് നാരായണ മേനോൻ എന്ന കവിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതിന്റെ ഒരു മാസ്റ്റർ പീസ് കൃതിയുണ്ട്, കണ്ണുനീർത്തുള്ളി. തന്റെ ബാല്യകാല സഖി, ഒരുമിച്ച് കളിച്ചു വളർന്ന കുട്ടി വിവാഹം കഴിച്ചു വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ആ കുട്ടി പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അകാല മൃത്യു സംഭവിക്കുന്നു. അന്ന് അദ്ദേഹം കവിയായിട്ടില്ല. ആകെ തകർന്ന് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഏകാന്തവാസത്തിലേക്ക് പോയി. പക്ഷേ പിന്നീട് അദ്ദേഹം വലിയൊരു പരിവർത്തനമാണ് അദ്ദേഹത്തിൽ ഉണ്ടായത്. ഇതിന്റെ കാരണങ്ങൾ അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിന്റെയൊക്കെ കാരണം ഒക്കെ കിട്ടി അദ്ദേഹം ഒരു കവിത എഴുതാണ് കണ്ണുനീർത്തുള്ളി. ഈ വലിയ തത്വങ്ങളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഉരുക്കിടുന്നു മെഴുനീരിലിട്ട് മനുഷ്യനെ പണിത്തരത്തിനുപയുക്തമാക്കാൻ. ഈ കണ്ണുനീർത്തുള്ളിയിലിട്ട് ഉരുക്കി 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 എന്നെ എന്തിനാ ചെയ്തത് കൃഷ്ണ? എനിക്ക് ആലോചിച്ചപ്പോ ഇപ്പൊ മനസ്സിലായി. എന്ത്? അങ്ങയുടെ കയ്യിലെ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കാൻ അന്ന് ഞാൻ ക്വാളിഫൈഡ് അല്ലായിരുന്നു. ഇപ്പൊ എന്നെ ഉരുക്കിയിട്ട് അങ്ങ് എന്ത് ചെയ്യുന്നു? വേറെ എന്തോ അങ്ങയുടെ കയ്യിലെ ഒരു വലിയ പണിത്തരത്തിന് അങ്ങേ എന്നെ ഉപയോഗിക്കാൻ വേണ്ടി എന്നെ കൂടുതൽ സജ്ജമാക്കിയെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ഈ ഒരു ഭാവം നമുക്കുണ്ടാവണം. ഒരുപക്ഷെ നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളെ വീണ്ടും യോഗ്യനാക്കുവാൻ വേണ്ടി ചില പരീക്ഷണങ്ങൾ ചിലപ്പോൾ തരുന്നതാവാം. പോസിറ്റീവായിട്ട് അങ്ങനെ എടുക്കുക. അനന്തമജ്ഞാനം അവർണ്ണനീയം ഈ ലോകമത്യൻ കഥ എന്നറിഞ്ഞു. വിവിക്ത ദേശ സേവിത്വം. വിവിക്ത ദേശം എന്നൊക്കെ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഏകാന്ത ദേശം, വിജന പ്രദേശം. നമ്മൾ ഈ പൊതുവെ ഏകാന്ത സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? മിണ്ടാനും പറയാനും ഒക്കെ ആരെങ്കിലും വേണ്ടേന്ന് എല്ലാരും ചോദിക്കല്ലേ. ഇപ്പൊ എന്താ പറയാൻ കൂടുതലുള്ളത്? ഇത് കുറെ കാലായിട്ട് ഇത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ ഒരു പുതുമയുള്ളത്? അതുകൊണ്ട് എത്ര ബന്ധപ്പാടുള്ള കുടുംബമാണെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ചു നേരമെങ്കിലും മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിലോ നിസ്സഹായമായിട്ട് നമ്മൾ ഒറ്റപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ. എല്ലാ സ്നേഹ സമാശ്ലേഷങ്ങളുടെയും മധ്യത്തിലും താൻ ഏകനാണെന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം. ഏത് നിമിഷവും ഇതൊക്കെ തന്നെ വിട്ടുപോവാം എന്ന ബോധ്യത്തോടു കൂടി തന്നെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോഴും അനാരോഗ്യം ഏത് നിമിഷവും സംഭവിക്കാം എന്ന് ഓർമ്മിക്കുക. അപ്പൊ വിവിക്ത ദേശം എന്നാല് സുരക്ഷിതത്വം നമുക്കുണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ മാറി ഏകമായിരിക്കുക. കാരണം നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന സകല പ്രസ്ഥാനങ്ങളും സകല വ്യക്തികളും ഒരു നാൾ നമ്മളെ വിട്ടുപോകും. മറ്റുള്ള എല്ലാവരും വിട്ടാലും നമ്മളെ വിടാത്ത ഒരാളേ ഉള്ളത് ഈശ്വരനാണ്. അതിപ്പോ ഏത് രൂപത്തിൽ, രാമനായാലും കൃഷ്ണനായാലും ദേവിയായാലും അയ്യപ്പനായാലും ഏത് പേരിൽ വിളിച്ചാലും. നമ്മളൊക്കെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അതിനകത്ത് ദേവിയുടെ ഒരു നാമമുണ്ട്, ലോകയാത്രാ വിധായിനി. ലോകയാത്രയിൽ നിങ്ങളെ അനുഗമിക്കുന്നവൾ.
നിങ്ങളെല്ലാ സുരക്ഷിതത്വത്തിലും കഴിയുന്നതെങ്കിലും അതൊക്കെ തകരാമെന്ന് എത്ര ദൃഷ്ടാന്തങ്ങൾ വേണേലും നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ ഒരു മുൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റാണ് മരിച്ചത് അല്ലേ? 1 മണിക്കൂർ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി 15 ലക്ഷം അന്നത്തെ കാലത്ത് മുടക്കിയിരുന്നു. അതേ തോക്കുകൾ അവരുടെ നേരെ തിരിഞ്ഞു. ലോക ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സദ്ദാം ഹുസൈനിൽ നിന്നും കേണൽ ഗദ്ദാഫി പഠിക്കുന്നില്ല. ഇതൊക്കെ വലിയ വലിയ ചരിത്ര ഏകാധിപതികളായിരുന്നു അല്ലേ? നമ്മൾ കണ്ടില്ലേ? അതിനാല് ഈ ഒരു വിട്ടുനിൽക്കൽ ശീലിക്കുക. അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്കൊന്നും പോകണ്ട. മനസ്സുകൊണ്ടെങ്കിലും അങ്ങനെ ആവുക. രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ കുറച്ച് സമയം എഴുന്നേറ്റിരിക്കുക. അങ്ങനെ ആവാം യുക്തദേശം. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നത് പോലെ കുറെ പേര് ഒരുമിച്ച് കിടക്കുന്ന ഒരു ഹാളാവാം, ഡോർമെറ്ററി ആവാം, ആയിക്കോട്ടെ. നിങ്ങളുടെ കൊതുക് വലയുടെ ഉള്ളിൽ യുക്തദേശം ഉണ്ടാവും. അവിടെ ആരും വരില്ലല്ലേ? അരതിർ ജനസംസദി. സുഹൃത്തുക്കളും ബന്ധുക്കളുടെയൊക്കെ മധ്യത്തിൽ സന്തോഷം കണ്ടെത്തുക, അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളത്? ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി തന്നെ. അപ്പൊ ഈ ജനമധ്യത്തിൽ അധികം ആസ്വാദ്യത ഇല്ലാതിരിക്കൽ, അരതിർ ജനസംസദി. കാരണം ഈ ജനമനസ് അങ്ങനെയാണ്. എപ്പോൾ വേണമെങ്കിലും അത് മാറാം, ചിന്താഗതികൾ മാറാം ഇല്ലേ? നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഇങ്ങനെ വിശ്വസിക്കുന്ന ആളായിരിക്കും ആദ്യം നമുക്കെതിരാവുക ചിലപ്പം. അതുകൊണ്ടാണ് ഭഗവാൻ ശങ്കരാചാര്യര് ഭജഗോവിന്ദത്തിൽ പറഞ്ഞത്, മാ കുരു ധന ജന യൗവന ഗർവം ഹരതി നിമേഷാകാലെ സർവം. ഹരതി നിമേഷാൻ, ഒരു നിമിഷം മതി ഇതൊക്കെ വിട്ടു പോവാൻ. 3 പവറുകൾ: പൊളിറ്റിക്കൽ പവർ, യൂത്ത് പവർ, മിലിറ്ററി പവർ, അല്ലെങ്കിൽ എക്കണോമിക് സ്ട്രെങ്ത്. ധനം, ജനം, യൗവനം. വലിയ വലിയ കോടീശ്വരന്മാരില്ലേ? ഇപ്പൊ കേരളത്തിലൊരു വലിയ ബൈജൂസാപ്പ് എത്ര കോടിയാന്ന് നമുക്ക് തന്നെ അത്ഭുതമായിരുന്നില്ലേ? ഒരു നിസ്സാര ഈ ചുരുങ്ങിയ വയസ്സിനുള്ളിൽ ഇപ്പോൾ സ്ഥിതി. ധനം, ജനം. ഇപ്പൊ ഇലക്ഷൻ നടത്തോണ്ടിരിക്കുകയാണല്ലേ? നമ്മൾ കാണുന്നുണ്ട് ഇതുവരെ കൂടെ നിന്നവർ അങ്ങോട്ട് ചാടുന്നു, അവിടെയുള്ളവർ ഇങ്ങോട്ട് പോകുന്നു. ജനം. ഒരു ദിവസം മുഖ്യമന്ത്രി ആയാലും പിറ്റേ ദിവസം എഴുന്നേരുമ്പോൾ കൂടുതൽ MLA-മാരൊക്കെ അവരെ കൂടെ പോയി. അയാളത്തെ മുഖ്യമന്ത്രി അല്ലേ? നമ്മുടെ ഓരോ സ്റ്റേറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാ സ്ഥിരമായിരിക്കുക? ആരെ വിശ്വസിക്കുക? യൗവനം. ഇത് പിന്നെ സ്ഥിരമല്ല, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് മിസ് യൂണിവേഴ്സ് ഒക്കെ എല്ലാ വർഷവും പുതിയതായിട്ട് വരുന്നതേ. 1 വർഷം പോലും ആയുസില്ലാന്ന്, അപ്പോഴേക്കും പുതിയ ആളിനെ തിരഞ്ഞെടുക്കുകയാണ്. ജനക്കൂട്ടം ചിന്തിക്കുകയില്ല, പ്രവർത്തിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇതൊക്കെ എപ്പോ വേണേലും മാറാല്ലേ? അപ്പൊ ഇതിന്റെ സത്യം മനസ്സിലാക്കിയവർ ഈ ജനസംസദി, ആൾക്കൂട്ടത്തിൽ രമിക്കാൻ താല്പര്യപ്പെടില്ല. ഇന്നിപ്പോ ആൾക്കൂട്ടം ഉള്ളിടത്തേക്ക് പോകാൻ എല്ലാവർക്കും താല്പര്യം. ആ ആശ്രമത്തിൽ ഇപ്പൊ പഴയ പോലെ ആൾക്കാരൊന്നും വരുന്നില്ല കേട്ടോ. എന്താ കാരണം? അതാ പഴയ രീതിയിലുള്ള പ്രഭാഷണമൊക്കെ അവിടെ നടക്കുന്നുള്ളേ. ഇപ്പൊ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട്, അങ്ങനെ പറയുന്നതാണ് കേൾക്കേണ്ടത്. എന്നാ പിന്നെ പോകാം. പിന്നെ എല്ലാരും അതിന്റെ പിന്നാലെ. ഇപ്പൊ എല്ലായിടത്തും ഇത് തന്നെയാ പരിപാടി. ഈ കേരളത്തിലൊക്കെ ഈ സപ്താഹത്തിന്റെ ട്രെൻഡ് വളരെ കൂടുതലാണല്ലേ? അത് വളരെ രസകരമാണ്.
കാരണം 4 തവണ ഒരാൾ വായിക്കാൻ പോയി 5ാമത് ആചാര്യനായിട്ടാണ് പിന്നെ വരുന്നത്. അപ്പൊ ഇയാൾ എന്താ വിചാരിക്കുക? അവിടെ ഒന്നും കാണാത്തൊന്നും വേണം ഇവിടെ കൊണ്ട്. അപ്പൊ എന്തെങ്കിലും കുറെ കലാപരിപാടി സ്റ്റേജിൽ നടത്തും. ഇപ്പൊ പ്രഭാഷണമൊന്നും അല്ല, ശരിക്കും കലാപരിപാടികളാണ് അതിൻ്റെ അർത്ഥം. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. എന്തൊക്കെയാണ് കൊടുക്കുക, എന്തൊക്കെ പരിപാടികളാണ് പകലേ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ജനക്കൂട്ടത്തിന് അത് വേണം. ഈ ആൾക്കൂട്ടം അവരെ ആകർഷിക്കാനുള്ള പരിപാടികൾ, കമ്മിറ്റിക്കാർക്കും അത് വേണം. അരതിർജന സംസതി. തുടർന്ന് 12 അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യതാ. അധ്യാത്മജ്ഞാന നിത്യത്വം. അധ്യാത്മജ്ഞാനത്തിനനുസരിച്ച് സദാ ജീവിതം നയിക്കുവാനുള്ള തൽപരത. തത്വജ്ഞാനാർത്ഥ ദർശനം. തത്വജ്ഞാനത്തിന്റെ പ്രയോജനം കണ്ടറിയൽ. ഏതജ്ഞാനം ഇതി പ്രോക്തം. ഈ പറഞ്ഞ സാത്വിക ഗുണങ്ങളെല്ലാം ചേർത്തതിനെ ജ്ഞാനം എന്ന് പറയുന്നു. ഏതത് ജ്ഞാനം ഇതി പ്രോക്തം. അതഃ അന്യഥാ ഏത് അജ്ഞാനം. ഇതിന്റെ വിപരീത പദങ്ങളൊക്കെ അജ്ഞാനവുമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. അപ്പൊ ഈ പറഞ്ഞ 20 വിപരീത പദങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അജ്ഞാനമാണ്. അധ്യാത്മജ്ഞാന നിത്യത്വം. ദിവസവും ആർഷ പൈതൃകത്തിലെ ഏതെങ്കിലും പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെടുക, സ്വാധ്യായം ചെയ്യുക, കുറച്ച് സമയമെങ്കിലും അതിനു വേണ്ടി മാറ്റിവെക്കുക. നിത്യവും 24 മണിക്കൂർ നമുക്കുണ്ട്. ഒരു 24 സെക്കൻഡ് മിനിറ്റെങ്കിലും ദിവസവും നമുക്കൊരു സ്വാധ്യായം ചെയ്യാൻ മാറ്റിവെച്ചുകൂടെ? എത്ര തിരക്കുണ്ടെങ്കിലും ദിവസവും ഉണ്ടാവണം. അത് സദ്ഗ്രന്ഥങ്ങളുടെ പാരായണം നമുക്കുണ്ടാവണം, പരിചയമുണ്ടാവണം. നമ്മുടെ വീടുകളിൽ നിത്യവും വായിക്കണം. ഇപ്പോ ഗീത വായിക്കണം, നാരായണീയം വായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ചിലരൊക്കെ പറയും സംസ്കൃതം ഒന്നും അറിയില്ല, മാതൃഭാഷ അറിയില്ലെന്ന് പറയാൻ വലിയ അഭിമാനം അവർക്ക്. സംസ്കൃതം അറിയില്ലത്. ഇന്ന് പഠിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. അത്ര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമല്ലേ? ശ്രമിക്കാം. 70 വയസ്സായ ആൾക്കാർ പോലും പഠിക്കുന്നു. പഠിക്കാനുള്ള വളരെ നല്ല സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. ഓൺലൈനായിട്ടോ നേരിട്ടോ ഒക്കെ സംസ്കൃത പ്രതിഷ്ഠാനമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? സോ നമുക്ക് പഠിക്കാതെ ഓക്കെ പോട്ടെ, ഇതൊന്നും വേണ്ട. മലയാളി അറിയുള്ളൂ, ഓക്കെ. അധ്യാത്മരാമായണം വീട്ടിലിരിപ്പുണ്ടല്ലോ. ഇനിയിപ്പം അതിപ്പോ അധ്യാത്മരാമായണോ അല്ലെങ്കിൽ വേറെ രാമായണങ്ങളൊക്കെ ഉണ്ടല്ലേ? ഏറ്റവും കൂടുതൽ ഉള്ള ഓരോ ലാംഗ്വേജിലുണ്ട് ഓരോന്നും. തുളസി രാമായണമോ കമ്പരാമായണം ഏതെങ്കിലും, അതെങ്കിലും നിത്യം വായിക്കാമല്ലോ. പണ്ട് കേരളത്തില് എല്ലാ ഗ്രഹങ്ങളിലും നിത്യവും വായിച്ചിരുന്ന ഒന്നാണ് രാമായണം, പ്രത്യേകിച്ചും കാർഷിക ഭവനങ്ങളില്ലേ. അതിന് പിന്നീട് ഒരു ഭംഗം വന്ന സമയത്താണ് 1982 ഓഗസ്റ്റ് മാസം 5, 6 തീയതികളില് എറണാകുളത്തൊരു വിശാല ഹിന്ദു സമ്മേളനം നടന്നത്. അതിന്റെ സമാപനം അഭിമന്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിയായിരുന്നു മുഖ്യ പ്രഭാഷണം. അന്ന് സ്വാമിജി ബോംബെയിൽ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം യജ്ഞം നിർത്തിവെച്ചിട്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം അവിടെ എത്തി. ആ മുഖ്യ അതിഥിയായിട്ട് ഡോക്ടർ കരൺ സിംഗ് അധ്യക്ഷത വഹിച്ച പേജവാർ മഠാധിപതി ഒക്കെ ഇരുന്ന ആ പ്രൗഢമായ സദസ്സിൽ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ആ മീറ്റിംഗിന്റെ വിശ്വഹിന്ദു പരിഷത്തിന്റെ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ തീരുമാനം സ്വാമിജിയാണ് അവിടെ പ്രഖ്യാപിച്ചത്. ഈ വർഷം മുതൽ കർക്കിടക മാസം നമ്മൾ രാമായണ മാസമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. ആ ജനലക്ഷങ്ങൾ കരഘോഷത്തോടെ അത് സ്വീകരിച്ചപ്പോൾ സ്വാമിജി ഒരു കാര്യം കൂടെ പറഞ്ഞു. നമ്മൾ രാമായണ മാസം തുടങ്ങുന്നത് രാമായണ മാസം ഇല്ലാതാവാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ
365 ദിവസവും രാമായണം വായിക്കുന്ന പഴയ പതിവിലേക്ക് പോവാൻ വേണ്ടിയാണ്. അതെത്ര പേര് കേട്ടെന്നറിയില്ല. ഒരുപക്ഷെ കരഘോഷം കൂടിപ്പോയതുകൊണ്ടാവാം. ആദ്യം പറഞ്ഞതെല്ലാവരും അനുസരിച്ചു. ഇന്ന് കർക്കിടമാസം എന്ന് പോലും പറയുന്നില്ല, രാമായണ മാസം അല്ലേ? അന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ, മനോരമ, മാതൃഭൂമിയൊക്കെ അത്ര പരിഹസിച്ചു ആ വാർത്ത ഇട്ടപ്പോൾ. പക്ഷേ ഇന്ന് അതേ പത്രമുത്തശ്ശിമാര് കർക്കിടമാസം 1-ാം തീയതി മുത്തശ്ശി രാമായണം വായിക്കുന്ന ചിത്രവും, ദിവസം രാമായണ കിസ്, രാമായണ പാരായണ മത്സരം, എന്തെല്ലാം ഓഫറുമായിട്ട് ഇറങ്ങുന്നത്. അവര് ജീവിതത്തിൽ 2 കൈയിലിട്ട് സ്വീകരിച്ചു അല്ലേ? പക്ഷെ നമ്മള് 32-ാം തീയതി ആണെങ്കിൽ 31-ാം തീയതി കർക്കിടക മാസം കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൂജാമുറി കൊണ്ടുവെക്കും, അടുത്ത വർഷം വീണ്ടും എടുക്കും. അതുപോരാ. നിത്യവും വായിക്കുന്ന ധാരാളം ഗ്രഹങ്ങളുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. വായിക്കണം, നിത്യവും വായിക്കണം. വ്യാഖ്യാനം ഒന്നും വേണ്ട, കേട്ടാൽ അർത്ഥം മനസ്സിലാവും അല്ലേ? അധ്യാത്മരാമായണം ഇങ്ങനെ നമ്മൾ വീട്ടിലിരുന്ന് ഗ്രഹനാഥനോ ഗ്രഹനാഥയോ വായിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ ഇത് കേട്ടാണോ വളരുന്നതെങ്കിൽ അതിന്റെ ആശയങ്ങൾ ആ കുട്ടികളെ സ്വാധീനിക്കില്ലേ? ആ കഥാപാത്രങ്ങൾ അവരെ സ്വാധീനിക്കില്ലേ? കുറച്ചു കഴിയുമ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഒരു ദിവസം അവരെ കൊണ്ടും വായിപ്പിക്കണം. കുറച്ച് അർത്ഥമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ക്രമേണ അവരുടെ ജീവിതത്തിലും അത് വായിക്കണമെന്നൊരു തോന്നൽ വേണം. ഒരു 10-ാം ക്ലാസ്സോ 12-ാം ക്ലാസ്സോ ഒക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ വീട് വിട്ട് വല്ല ഹോസ്റ്റലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവർ ബാഗ് പാക്ക് ചെയ്യുന്ന കൂടെ ഒരു രാമായണ ബുക്കും കൊടുത്തു വിടണം. ഇത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ട, അല്ലാതെ അവരെടുത്തു വെച്ചിരിക്കും. അല്ലെങ്കിൽ എന്താ ദോഷം? കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മറ്റു മതസ്ഥരൊക്കെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്ത് നിസ്കരിച്ച് നമസ്കരിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഈ മൊബൈലിൽ നോക്കിയിരിക്കും. പക്ഷെ ഈ ശീലം നമ്മൾ വീട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വീട് വിദ്യാലയമായി അച്ഛനമ്മമാർ നല്ല അധ്യാപകരായിട്ടാണ് ആ കുട്ടികളെ വളർത്തിയിരുന്നെങ്കിൽ ഈ ശീലം അവർക്കുണ്ടാവും. അവരവിടെ ഇരുന്ന് വായിക്കും ഒരു പേജെങ്കിലും. എത്ര ഗുണങ്ങളാ രാമായണത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നത്! ഇത്ര ശ്രേഷ്ഠമായ ഒരു കുടുംബ കഥ നമുക്ക് ലോകത്ത് ഏത് ഇതിഹാസ പുരാണങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും രാമായണം പോലെ. ഇന്നൊക്കെ കുടുംബ ചിത്രങ്ങളെ കുറിച്ചും കുടുംബ വഴക്കിനെ കുറിച്ചും വിവാഹമോചനങ്ങളെ കുറിച്ചും വളരെ വ്യാപകമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഹിന്ദു ഫാമിലീസിൽ അല്ലേ? ഇവിടേക്കാണ് രാമായണം നമുക്ക് മാതൃകയാവേണ്ടത്. അതിലെ കഥാപാത്രങ്ങള് 14 വർഷത്തെ വനവാസത്തിന് ശേഷം തിരിച്ച് വാൽമീകി രാമായണത്തിലെ വിഷയമാണ്. തിരിച്ചു വരുന്ന സമയം ഓരോ ആശ്രമങ്ങളിൽ ഇറങ്ങി. അങ്ങോട്ട് പോയപ്പോൾ ഇവരുടെ അനുഗ്രഹം മേടിച്ചിട്ടാ പോയത് രാവണനെ വധിക്കാൻ വേണ്ടി. രാവണനെ വധിച്ച കാര്യം ഇവരാരോ, ഒരു ഫ്ലാഷ് ന്യൂസ് ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ ഓരോ ആശ്രമങ്ങളിലും ഇറങ്ങി രാവണനെ വധിച്ച കാര്യം പറയാനായിട്ട് ഇറങ്ങി. അപ്പൊ പുഷ്പവിമാനം കൊണ്ട് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പൊങ്ങാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ അവസാനം ഇരിക്കുമ്പോഴാണ് ശ്രീരാമചന്ദ്രജിക്ക് തോന്നിയത്, നാളെ 14 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. കൃത്യമായിട്ട് അവിടെ എത്തിയില്ലെങ്കിൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും. സഹോദരൻ ചെയ്യുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ പുഷ്പവിമാനം കിട്ടിയ കാര്യമൊന്നും ഭരതൻ അറിയുമോ? ഭരതനും കുറെ ആൾക്കാരൊക്കെ വീട്ട് അന്വേഷിച്ച് അവിടെ എങ്ങും കണ്ടിട്ടുമില്ലേ. അതുകൊണ്ട് ഹനുമാനെ ദൂതനായിട്ട് പറഞ്ഞു വിടുന്നു. ഹനുമാൻ അയോധ്യയിലെത്തുന്നു. അയോധ്യയിലല്ല, നന്ദിഗ്രാമിലെത്തുന്നു. 30 കിലോമീറ്റർ അകലെയാണ്. അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച, കുറെ അന്വേഷിച്ചിട്ടും ആളിനെ കണ്ടിട്ടില്ലല്ലേ. അതുകൊണ്ട് സഹോദരൻ എത്തിയില്ലെങ്കിൽ പിറ്റേന്ന് അഗ്നിപ്രവേശത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്ന സഹോദരന്മാരെയാണ് കണ്ടത്. ഒരു വശത്ത് രാമനെ സ്വീകരിക്കാനുള്ള രഥം അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നു. രാമന്റെ ആഗമന വാർത്ത പറയുന്ന സമയം ഹനുമാൻ ശ്രദ്ധിച്ചു ഭരതന്റെ മുഖഭാവം. നാളെ രാമൻ വരുന്നു എന്ന് കേട്ടാൽ അതിന്റെ അർത്ഥം നാളെ അതിന്റെ അധികാരം പോകുന്നതും കൂടിയാണ്. അധികാരം പലർക്കും ഒരു ലഹരിയാണ്. ഈ കസേര ഒരു ദിവസം ഇരുന്ന സ്വഭാവം മാറും. 14 വർഷം ചക്രവർത്തിയായിട്ടിരുന്ന ആളാണല്ലേ. നാളെ രാമൻ വരുന്നു എന്ന് പറഞ്ഞാൽ നാളെ നീ ഒന്നും അല്ലാതെ ആകുന്നു കൂടി അതിന്റെ അർത്ഥം. ഇത് പറയുമ്പോൾ കൊച്ചു കുട്ടികളെ പോലെ തുള്ളിച്ചാടിക്കൊണ്ട് ആ രഥം വലിച്ചുകൊണ്ട് അതിർത്തിയിലേക്ക് രാമലക്ഷ്മണന്മാരെ സ്വീകരിക്കാൻ പോകുന്ന ഭരതശത്രുഘ്നന്മാരെ കാണുമ്പോൾ ഹനുമാനാകെ ഒരു സംശയം, ഇതിപ്പോ ആരാകേമെന്ന്. രാമനെ കണ്ടപ്പോ രാമോ വിഗ്രഹാൻ ഭവൻ, ഏറ്റവും ശ്രേഷ്ഠനായ ആളെ കണ്ടു. ആ രാമന് വേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും വിട്ടുകൊണ്ട് രാമനെ സേവിക്കാൻ വേണ്ട ലക്ഷ്മണൻ. എത്ര ത്യാഗബുദ്ധി!
ഇവിടെ വന്നപ്പോഴോ ചക്രവർത്തി പദം കയ്യിലിരുന്നിട്ട് പോലും വനത്തിൽ ജീവിക്കുന്ന ജ്യേഷ്ഠനെ പോലെ ജീവിക്കുന്ന രണ്ട് കുമാരന്മാർ, സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സഹോദരന്മാരുടെ കഥയാണ് രാമായണം പറയുന്നത്. ഇനി ഇവരുടെ ഭാര്യമാർ, അവരുടെ പേരെന്താണ്? ഓർമ്മയില്ല? ഭരതന്റെയും ശത്രുഘ്നന്റെയും ഭാര്യമാര് ശ്രുതകീർത്തിയും മാണ്ഡവിയും. ഓക്കെ. ഈ 14 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും തങ്ങളുടെ ഭർത്താക്കന്മാരെ കാണാനായിട്ട് ഈ നന്ദിഗ്രാമിലേക്ക് വന്നിട്ടില്ല. 30 കിലോമീറ്റർ ദൂരമുണ്ട്. അന്ന് ചാറ്റിങ്ങിന് സംവിധാനം ഒന്നുമില്ല. ഇത്ര ക്രൂര സ്വഭാവമാണോ അവർക്ക്? എന്തേ അവർ വരാതിരുന്നത്? എന്തു വരാതിരുന്നത്? ആരെങ്കിലും വിലക്കിയോ അവരെ? അവരുടെ കൂടെ മറ്റൊരു സഹോദരി ഉണ്ടായിരുന്നു, ഊർമിള, ലക്ഷ്മണന്റെ ഭാര്യ. അവൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യവും തങ്ങൾക്ക് വേണ്ടാന്ന് സ്വയം നിശ്ചയിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിൽ കഴിഞ്ഞ സഹോദരിമാരുടെ കഥയാണ് രാമായണം പറയുന്നത്. സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സഹോദരിമാർ ഒരു വശത്ത്, സഹോദരന്മാർ മറ്റൊരു വശത്ത്. ഈ ഒരു ഊഷ്മളമായ സ്നേഹബന്ധമല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ നിത്യവും വായിക്കേണ്ടത്, നമ്മുടെ കുട്ടികളൊക്കെ കേട്ട് വളരേണ്ടത്. ഇന്നൊരു സെന്റ് ഭൂമിക്ക് വേണ്ടി, അല്പം സ്വർണത്തിന് വേണ്ടി സ്വന്തം അച്ഛനമ്മമാരെ കൊല്ലാൻ മടിയില്ലാത്ത മക്കൾ, സഹോദരന്മാരെ കൊല്ലാൻ മടിയില്ലാത്ത സഹോദരന്മാർ, ഇങ്ങനെയൊക്കെ നടക്കുന്ന ഓരോ കുടുംബത്തിലും ഇല്ലേ? ഇവിടെ സ്വർണവും അല്പം ഭൂമിയൊന്നും അല്ല, സാമ്രാജ്യം തന്നെ നീ ഭരിച്ചോളാനാ പറയുന്നത്. 4 പേർക്കും വേണ്ട, വിട്ടുവീഴ്ചയാണല്ലേ. സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുകയാണ് ഇവര്. ഓരോ കഥാപാത്രവും എത്രമെത്ര മാതൃകയാണെന്ന് ആലോചിച്ച് നോക്കൂ. സുമിത്ര മാതാവ് രാമായണത്തിലെ നിശബ്ദ കഥാപാത്രമാണ്. പക്ഷെ ആ തകർച്ചയിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ അമ്മ നടത്തുന്ന ശ്രമങ്ങൾ, തന്റെ പുത്രൻ വനത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശം കൊടുത്ത് അനുഗ്രഹിച്ചായ സുമിത്ര മാതാവ്, പുത്രന്റെ ധർമ്മം, രാജാവിന്റെ ധർമ്മം, പ്രജകളുടെ ധർമ്മം, ഇത് മുഴുവൻ നമ്മളെ രാമായണം പഠിപ്പിക്കൂ അല്ലേ? ആ ഒരു ഗ്രന്ഥമെങ്കിലും നിത്യവും നമ്മുടെ വീട്ടിലൊന്ന് വായിച്ചിരുന്നെങ്കിൽ, നമ്മുടെ കുട്ടികൾ കേട്ട് വളർന്നിരുന്നെങ്കിൽ ഇന്നത്തെ പല കുടുംബ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതിലെ കഥാപാത്രങ്ങളെ അവര് സംശീകരിച്ചിരുന്നെങ്കിൽ. ഇപ്പൊ ഭരതന്റെയും ശത്രുഘ്നന്റെയും ഒക്കെ ഭാര്യമാരെ പേര് ചോദിച്ചപ്പോൾ പലർക്കും സംശയം ഉണ്ടായി. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ നിത്യവും കേൾക്കുന്നില്ല. പക്ഷേ നമ്മൾ നിത്യവും കേൾക്കുന്ന രാമായണത്തിലെ 2 കഥാപാത്രങ്ങളുണ്ട്. അതാരാണ്? സ്ത്രീ കഥാപാത്രങ്ങൾ. വളരെ സുപരിചിതമായ 2 കഥാപാത്രങ്ങള്. നമ്മുടെ കൈകേയി ചേച്ചിയും മന്ദര ചേച്ചിയും. വൈകുന്നേരം 6 മണി എന്നൊരു സമയമുണ്ട്. ദീപം എന്ന് പറഞ്ഞാൽ വിളക്കങ്ങോട്ട് കൊളുത്തി വെച്ച മുത്തശ്ശി മുതൽ പേരക്കുട്ടി വരെ ആ ടിവിയുടെ മുമ്പിൽ പോയിരുന്ന് ഇവരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ കുടുംബങ്ങളുടെ തകർച്ചയുടെ കഥകൾ മാത്രം പറയുന്ന കുടുംബ സീരിയലുകൾ എന്ന പേരില്. പിന്നെ നിങ്ങൾ ഇവിടെ ഗീതായജ്ഞം വെച്ച ആളിനെ കിട്ടുമോ? വേറെ പരിപാടി വെച്ച ആളിനെ കിട്ടുമോ? അതിൽ അഡിക്റ്റാണ്, അനങ്ങില്ല. ഇതിന്റെയൊക്കെ ചരിത്രം കേട്ടാൽ വളരെ അത്ഭുതമാവും. ഒരിക്കൽ ഞാനൊരു വീട്ടിൽ താമസിക്കുമ്പോൾ, വീട്ടിലൊക്കെ താമസക്കാരും പുറത്ത് പറയാൻ പാടില്ല, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, നാടും സ്ഥലവും ഒന്നും പറയില്ല. ഒരു മുത്തശ്ശി, ഒരു 75 വയസ്സിന് മേലെ പ്രായമുണ്ട്, 80 വയസ്സോളം ഉണ്ടാവും. മുത്തശ്ശിക്കെല്ലാം ബൈഹാർട്ടാണ്. രാവിലെ 5 മണിക്ക് മുത്തശ്ശി ചൊല്ലുന്ന ശ്ലോകം കേട്ടാൽ ഞാൻ തന്നെ ഉണരുന്ന. 4 മണിക്ക് തുടങ്ങും. പൂജാമുറിയിൽ കയറി, അല്ല അടുക്കളയിൽ എല്ലാം ഉണ്ടാവും, നല്ല ആരോഗ്യമുണ്ട്, എല്ലാം ചെയ്യും. അടുത്തൊരു 5-6 അമ്പലമുണ്ട്, അതെല്ലാം പോയി രാവിലെ നേരം വെളുക്കുന്നതിനും പ്രദക്ഷിണം വെച്ച് തൊഴുതിട്ടേ വരുള്ളൂ. അത്ര ഭക്തയാണ്. ഒരൈശ്വര്യമാണ് ആ വീടിന്റെ. പക്ഷെ വീടിന്റെ അടുത്ത എന്റെ മോർണിംഗ് ക്ലാസ് നടക്കുന്ന അവർ അങ്ങോട്ടൊന്നും വരില്ല, അവിടെ ഇരുന്ന് കേൾക്കും. സ്പീക്കർ വെച്ചാൽ കേൾക്കാം, ബെറ്റ് പറയും. അതൊക്കെ കഴിഞ്ഞു യജ്ഞം കേൾക്കാനും വരില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടോളാം എന്ന് പറയും. പക്ഷെ യജ്ഞം ഒന്നും കേൾക്കുന്നത് എനിക്കറിയാം. അതുവരെ ഈ 6 മണി വരെ പൂജാമുറിയിൽ ഇത് വായനയും, അടുക്കളയിൽ വേറെ ജോലിക്കാരൊക്കെ ഇതൊക്കെ ഇരിക്കും. പക്ഷെ അവരുടെ
അടുത്തൊരു മരുമകളോ മറ്റോ ഹോസ്പിറ്റലുണ്ട്, ക്യാൻസറോ മറ്റോ ബാധിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവരെ ട്രീറ്റ്മെന്റിന് പോയിരിക്കുകയാണ്. അവരവിടെ ഇല്ലായിരുന്നു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വൈകുന്നേരം ഒരു 6 മണി വരെ ഇവര് പൂജാമുറിയുടെ ഇങ്ങോട്ടിരുന്ന തിരിഞ്ഞിരുന്ന ഇതെല്ലാം വായിക്കുന്നതേ. 6 മണിയാകുമ്പോൾ ഈ ചെയർ നേരെ തിരിയും ടിവിയുടെ മുമ്പിലേക്ക്. ഞാൻ യജ്ഞമൊക്കെ കഴിഞ്ഞ് 9:30 തിരിച്ചു വരുമ്പോൾ അതിന്റെ മുമ്പിൽ തന്നെ ആവും. 10 മണിയാവും എഴുന്നേക്കില്ല, അവിടെ ഇരിപ്പാണ്. ഒരു ദിവസം യജ്ഞം കഴിഞ്ഞു വരുമ്പോൾ ഇവരാകെ അസ്വസ്ഥമായിരിക്കും, ആകെ പ്രശ്നം. അന്ന് കേബിൾ കംപ്ലൈന്റ് ആയി. അന്ന് മുത്തശ്ശിക്കാകെ വിഷമാണ്, ഒരു സമാധാനവും ഇല്ല. ഒരു ദിവസമല്ലേ. പിറ്റേന്ന് രാവിലെ മോർണിംഗ് ക്ലാസ്സിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഒരു 10-12 മണിയായി. വരുന്ന സമയത്ത് മുത്തശ്ശി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലായിട്ടില്ലേ, ബ്ലഡ് കിട്ടിയോ, സീരിയസ് ആണോ, എന്താ? മുത്തശ്ശിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോ മരുമാനോട്, എന്തെങ്കിലും ഭാര്യയ്ക്ക് എന്തെങ്കിലും? സ്വാമി കുഴപ്പമൊന്നുമില്ല. അല്ലെ, മുത്തശ്ശി അവിടെ സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു. സ്വാമിജി ഇന്നലെ കാണാത്ത സീരിയലിന്റെ മുഴുവൻ കഥ ആരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 10 മണിക്ക് തുടങ്ങിയതാണ്. അത് മുഴുവൻ കേൾക്കാതെ മുത്തശ്ശി നൂണ് കഴിക്കാലെന്ന്. ഇതെന്റെ കൺമുമ്പിൽ കണ്ടതാണ്. അതാണ് എനിക്ക് ഇത്രയും ബോധം, ഇത്ര അഡിക്റ്റ് ആകുന്നൊരു സാധനം. ഒരുപക്ഷെ ലഹരി പോലും ഇതുപോലെ അഡിക്റ്റ് ആകുമെന്ന് തോന്നുന്നില്ല. ഈ കഥാപാത്രങ്ങളൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളെ ഇന്ന് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ട് ഈ സാങ്കല്പിക, അതായത് രാക്ഷസികളായ കുറെ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ട് മനസ്സിലേക്ക് പതിച്ചു കഴിഞ്ഞാലോ, നാളെ മകൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭർത്ത വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ പറയുകയാണ്, അവിടെ ചെന്ന് ഭർത്താവിന്റെ അമ്മ എന്നെ പോലെയൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ തലേ ദിവസവും മരുമകളെ വിഷം കൊടുത്തു കൊല്ലുന്ന അമ്മായിയമ്മയുടെ ചിത്രം അവിടെ കണ്ടിരിക്കുന്നതേ. എങ്ങനെ കുടുംബം നന്നാവും? അതുകൊണ്ട് സദ്ഗ്രന്ഥങ്ങളുടെ പാരായണം ഉണ്ടാവണം, ഗ്രഹങ്ങളില് ചർച്ചയുണ്ടാവണം. നമ്മുടെ കുടുംബം നന്നാവണമെങ്കിൽ ഇതൊന്നും കാണാതിരിക്കുക. ഹിന്ദു കുടുംബങ്ങളുടെ കഥ മാത്രമാണ് കാണിക്കുന്നത്, വേറെ ഓരോന്നും കാണിക്കുക, ശ്രദ്ധിച്ചോ? കാരണം അതൊന്നും കാണാൻ ആളുണ്ടാവില്ല, അതുകൊണ്ടാണ്, അല്ലേ? അപ്പൊ നമ്മുടെ ഗ്രന്ഥങ്ങള് ശ്രുതികളായാലും സ്മൃതികളായാലും ഇതിഹാസങ്ങളായാലും പുരാണങ്ങള്, ഈ 4 വകുപ്പുകളിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളുമായിട്ട് പരിചയപ്പെടുക. ഇതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. ദിവസം ഒരു ശ്ലോകമെങ്കിലും പഠിക്കാനുള്ള ശ്രമം ഉണ്ടാവുക. കാരണം നമ്മൾ ഈ ലോക വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾക്ക് പലപ്പോഴും മങ്ങലേൽക്കും. അതിനാൽ ദിവസവും പഠിച്ചുകൊണ്ടേയിരിക്കുക. വക്കീലന്മാരായാലും ഡോക്ടർമാരായാലും ടീച്ചർമാരും ഒക്കെ അറിവ് ഒതുക്കിക്കൊണ്ടിരിക്കുകയല്ലേ എപ്പോഴും. അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ നിന്ന് ഔട്ടാവും, അല്ലേ? എവർ ഫ്രഷ് ആയിരിക്കണമെങ്കിൽ അറിവ് പുതുക്കണം. ശ്രീരാമകൃഷ്ണദേവനും ഒക്കെ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആരെയും ഒരു പ്രത്യേക അറിവ് നേടേണ്ട ആളല്ല. പക്ഷെ അദ്ദേഹം പോലും പറയുന്നതാണ്, അന്ത്യം വരെയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ ആ വ്യവഹാരത്തിൽ നാം ഗ്രഹിച്ച ആശയങ്ങൾക്ക് ശോഷണം സംഭവിക്കും. അതിനാൽ എപ്പോഴും നവമാകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആചാര്യന്മാരുമായിട്ടുള്ള സമ്പർക്കമാണ് ഗ്രന്ഥങ്ങളുമായിട്ടുള്ള സമ്പർക്കം. വാസ്തവത്തില് ഗ്രന്ഥം തന്നെ അവരെഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥം പഠിക്കുക എന്നുള്ളത് ശരിക്കും ആ ആചാര്യന്മാരുമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ്. ഗ്രന്ഥം വേദമാണ്, സരസ്വതിയാണ്. സരസ്വതി ശാസ്ത്രമയി, ഗുഹാംബ ഗുഹ്യരൂപിണി. അപ്പൊ ശാസ്ത്രമയി എന്നാണ് സരസ്വതിയെ വിശേഷിപ്പിക്കുന്നത്. സരസ്വതി ശാസ്ത്രമയി, ഗുഹാംബ ഗുഹ്യരൂപിണി. വേദത്തിന്റെ മുഴുവൻ രഹസ്യവും ഗുഹ്യമാണ്, രഹസ്യമാണ്. അതിനാൽ അക്ഷരങ്ങളുമായിട്ടുള്ള ബന്ധം, അധ്യാത്മജ്ഞാന നിത്യത്വം, അത് ദിവസവും വേണം. അതിന് യാതൊരു വിധത്തിലുള്ള അയിത്തവുമില്ല.
നമുക്കതിൽ നമ്മൾ ശ്വസിക്കുന്നു അല്ലേ? നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ വല്ല ബുദ്ധിമുട്ടുണ്ടായി, ഒരാഴ്ച ഇനി ശ്വസിക്കുന്നില്ല എന്നാരെങ്കിലും പറയൂ? ഭഗവത് നാമം ചൊല്ലുവാൻ, അങ്ങനെ ഗ്രന്ഥങ്ങളുടെ പഠനം ചെയ്യുവാൻ, പാരായണം, ഇവയ്ക്ക് യാതൊരു പാടില്ലായ്മയുമില്ല. എന്തെങ്കിലും വിഷമമൊക്കെ ഉള്ളപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ തീവ്രമാക്കേണ്ടത്. അധ്യാത്മജ്ഞാന നിത്യത്വം. എങ്ങനെയോ ചില അബദ്ധ ചിന്തകളൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലേക്കൊക്കെ വരാറുണ്ട്. ഈയിടയ്ക്ക് ഒരു മരിച്ച വീട്ടിൽ പോയപ്പോൾ, അപ്പം അന്ന് പോകാൻ പറ്റിയില്ല, ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോ ബന്ധുക്കളൊക്കെ ധാരാളമുണ്ട്. പൂജാമുറി അടച്ച് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തു പറ്റി? കാരണം ഒരു വലിയ പൂജയും ഇതൊക്കെ ആയിട്ട് കഴിയുന്നവരാണ്. കിടാവിളക്ക് എപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. എന്ത് ഇത് അടച്ചിട്ടിരിക്കുന്നത്? മരിച്ചയാള് പ്രായമായിട്ട് മരിച്ചതാണേ. അയ്യോ, മരിച്ച വീട്ടിൽ വിളക്ക് കൊളുത്താൻ പാടില്ല സ്വാമി. ആര് പറഞ്ഞു? അങ്ങനെയാണ് എല്ലാരും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആരോ കർമ്മം ചെയ്യാമോ? അളിയൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളക്ക് കെടുത്താനേ പാടില്ല. കാരണം മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ വിളക്ക് കൊളുത്തില്ലേ വെച്ചിരിക്കുന്നത്. 12 or 16 ദിവസം കഴിയുന്നവരെന്നെ കെടുത്താനേ പാടില്ല. പിന്നെ അയ്യോ ദോഷം. ഇതൊക്കെ ആരാ, എങ്ങനെയാ ഇതൊക്കെ വന്നു ചേർന്നത് നമ്മുടെ ആചാരങ്ങളില്? ഒരിക്കലും നമ്മൾ വിളക്ക് കെടുത്താനേ പാടില്ല, കൊളുത്തി തന്നെ ഇരിക്കണം. ഇനിയിപ്പോ പൂജാമുറി നിങ്ങൾ കയറിയില്ലേ, പുറത്ത് കൊളുത്ത് വെക്കാവല്ലോ. അയ്യോ, പുസ്തകം എല്ലാം തൊടാനൊന്നും പാടില്ല, എല്ലായിടത്തും അകത്ത് വെച്ചിരിക്കുകയാണ്. ഗീത പഠിക്കുന്നവരായി പറയുന്നതേ. ആരോ പറഞ്ഞത് കേട്ട ഉടനെ പരമാവധി നോക്കൂ. ഇങ്ങനെയൊക്കെയുള്ള വിഷമവും ദുഃഖവും ഒക്കെ വരുമ്പോഴല്ലേ പരമാവധി നാമം ചൊല്ലേണ്ടത്, പരമാവധി ഇതൊക്കെ കീർത്തനം ചൊല്ലേണ്ടത്. ഇനി ശരിക്കും ഇങ്ങനെ മരണം ആചരിച്ചങ്ങോട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കണം. അത്ര സ്നേഹം, അത്ര ദുഃഖമാണെങ്കിൽ. പക്ഷെ ഒന്ന് ചെയ്യണം, ഭക്ഷണം കഴിക്കാൻ പാടില്ല, TV കാണാൻ പാടില്ല, വർത്തമാനം പറയാൻ പാടില്ല. മുഴുവൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് പൂർണ്ണ ദുഃഖം ആചരിച്ച്. ഇത് വേണ്ടാതെ മുഴുവൻ കാണും. നാട്ടുകാരോട് നാട്ടുവർത്താനം മുഴുവൻ പറയുന്നത്, TV കാണുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. പൂജാമുറി വിളക്ക് കൊളുത്താൻ പാടില്ല, രാമായണം തൊടാൻ പാടില്ല, ഗീത പാടാൻ അല്ലേ? ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഇങ്ങനത്തെ ആചരണങ്ങളൊക്കെയാണ് വേണ്ടത് നമുക്കല്ലേ? ഈ സമയത്താണ് ഇതിനൊക്കെ കൂടുതൽ മുറുകി പിടിക്കേണ്ടത്. ഇതല്ലേ നമുക്ക് ശക്തി നൽകുന്നത്? തീവ്രമാക്കണം ആ സമയത്ത് കൂടുതല്. അതിനാൽ അധ്യാത്മജ്ഞാന നിത്യത്വം, തത്വജ്ഞാനാർത്ഥ ദർശനം. വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, അതിനെ ദർശിക്കണം, അതിന്റെ അർത്ഥത്തെ കാണണം, അറിയണം. കാരണം ഈ അറിയാതെ, അർത്ഥമറിയാതെ കുറെ കാണാതെ പഠിച്ചോണ്ട് ഈ പ്രശ്നം മുഴുവൻ വന്നതല്ലേ? തത്വജ്ഞാനത്തിലാണ് ഈശ്വരൻ നമ്മുടെ സ്വരൂപമാണെന്ന് നമുക്ക് ബോധ്യമാവുക. ഇതാണ് നമ്മുടെ പരമലക്ഷ്യം. ഏതജ്ഞാനമേതി പ്രോക്തം. ഞാൻ ചോദിച്ചില്ലേ എന്താണ് ജ്ഞാനമെന്ന്? ഇതിൽ നിന്നും അന്യമായിട്ടുള്ളതൊക്കെ അജ്ഞാനമാണ്. 20 മൂല്യങ്ങളാണ് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇതൊരു 20 പരിപാടിയാണ്. ഇതിന് വിപരീതമായിട്ടുള്ളതൊക്കെ അജ്ഞാനമാണ്. അപ്പൊ എന്താ അജ്ഞാനം? അത് 20 പോയിന്റ് ഒന്ന് ഓർത്താ മതി. അമാനിത്വം, മാനിത്വം, അദംബിത്വം, ദംഭിത്വം, അഹിംസ, ഹിംസ. അപ്പൊ ഇതൊക്കെയാണ് അജ്ഞാനം. ക്ഷമയില്ലായ്മ, ആർജവമില്ലായ്മ. അതിനാൽ ഈ ജ്ഞാനം നമ്മിലെല്ലാം ഉണ്ട്. അതിനെ പോഷിപ്പിക്കുവാൻ ശ്രമിക്കുക. അത് വളർത്തിയെടുക്കുവാൻ മാത്രമേ അത് വളർത്തിയെടുക്കാനാണ് ഭഗവാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ ഈ ക്ഷേത്രജ്ഞനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് ജ്ഞേയം എന്ന് ഭഗവാൻ പറയാൻ പോവുകയാണ്. സമയായില്ലേ?
ഓക്കെ, എന്തായാലും നമുക്കതൊന്ന് ശ്ലോകം ചൊല്ലി തുറക്കാം. 13. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മ ന സത്തന്നാസമുച്യതേ. ജ്ഞേയം യത് അറിയപ്പെടേണ്ടതേതോ, യജ്ഞാത്വാ ഏതിനെ അറിഞ്ഞാൽ, അമൃതം അശ്നുതേ അമൃതത്വം പ്രാപിക്കാമോ, തത് പ്രവക്ഷ്യാമി അത് ഞാൻ പറഞ്ഞു തരാം. അനാദിമത്പരം ബ്രഹ്മ അനാദിയായ പരബ്രഹ്മമത്രേ അത്. തത് സത് ന അസത് ന ഉച്യതേ അതിനെ സത്തെന്നോ അസത്തെന്നോ പറയാൻ വയ്യ. മനുഷ്യ ചിന്തയിലെ ഏറ്റവും ഉന്നതങ്ങളായ ആശയങ്ങളെയാണ് ഇനി മുതലുള്ള ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത്. ക്ഷേത്രജ്ഞനെ പരിചയപ്പെടുകയാണ് നമ്മൾ. സനാതന ധർമ്മത്തിന്റെ അതിസുപ്രധാനമായൊരു ഭാഗം, സത്യത്തിന്റെ യഥാർത്ഥ സ്വരൂപ വിവരണമാണിത്. സത്യസ്വരൂപനെ മാത്രമേ സത്യത്തെ വർണ്ണിക്കുവാൻ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. അഭിമന്യ തപോവൻ സ്വാമികള് സൗമ്യകാശിഷ സ്തോത്രം എന്ന കൃതിയിൽ പറയുന്നു, കോ വേത്തി തവ മാഹാത്മ്യം ത്വത് അന്യത് പരമത്ഭുതം. ആർക്കാണ് ഭഗവാൻ അങ്ങേ അറിയുവാൻ സാധിക്കുന്നത്? പരമ അത്ഭുതമായ അങ്ങയുടെ മാഹാത്മ്യം അങ്ങേക്കല്ലാതെ ആർക്കാണ് അറിയുവാൻ സാധിക്കുന്നത്? ഭഗവാന് മാത്രമേ ഭഗവത് മഹിമ അറിയുകയുള്ളൂ. ഇവിടെ സത്യത്തിന്റെ ഒരു സൂചന, അത് ഭഗവാനല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. അതിഗംഭീരമായൊരു വിവരണമാണ് ഇവിടെ നൽകാൻ പോകുന്നത്. അതുകൊണ്ടാണ് അതറിയാൻ കുറെ യോഗ്യതകളൊക്കെ നേരത്തെ പറഞ്ഞത്. ആ യോഗ്യത അർജുനൻ ഉണ്ടായിട്ടല്ല, ആ യോഗ്യത അർജുനൻ കാലക്രമേണ വളർത്തിയെടുക്കുമെന്ന പ്രത്യാശയോടുകൂടി. കാരണം ഭഗവാൻ അറിയാം, അർജുനൻ അങ്ങേറ്റം പ്രക്ഷുബ്ധമായ മനസ്സോടെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അങ്ങനെ പ്രക്ഷുബ്ധമായ മനസ്സിൽ ആശയങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഇവിടെ വ്യാസൻ സത്യത്തിന്റെ ഒരു ചിത്രം വരയ്ക്കുകയാണ്. എങ്ങനെയുള്ള ചിത്രമാണ്? രൂപമില്ലാത്ത ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. വരയ്ക്കേണ്ട ക്യാൻവാസ് മനുഷ്യ മനസ്സായ ക്യാൻവാസിലാണ് വരയ്ക്കുന്നത്. അതിന്റെ സ്വഭാവം എന്താണ്? മനുഷ്യ മനസ്സിന്റെ സ്വഭാവം എന്താണ്? സദാ ഇളകിക്കൊണ്ടിരിക്കും. ഇളകുന്ന ക്യാൻവാസിൽ ചിത്രം വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കേണ്ട ചിത്രമോ രൂപമില്ലാത്ത ചിത്രം. ഉപയോഗിക്കേണ്ട ബ്രഷോ വാക്കുകളാകുന്ന ബ്രഷ്. അതുകൊണ്ട് ആധ്യാത്മിക വിഷയത്തെ പ്രദാനം ചെയ്യുക എന്നത് ഏറ്റവും വലിയൊരു കല തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് ആരാണ് തന്റെ വ്യക്താവ് എന്ന് നിശ്ചയിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. അതിലൂടെയാണ് നവോത്ഥാനം ഉണ്ടാവേണ്ടത്. എത്ര സഹസ്രാബ്ദങ്ങളായിട്ട് ഇന്നും ഈ ജ്ഞാനയജ്ഞങ്ങൾ നടന്നു പോകുന്നു. പ്രിന്റിങ് പോലുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, യാതൊരു സംവിധാനവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എത്രയോ ആൾക്കാർ ഇത് പഠിച്ചു വന്നു. ഓർമ്മയിൽ നിന്ന് അവര് പഠിച്ചെടുത്ത തലമുറയ്ക്ക് കൈമാറിയില്ലേ? അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ ഇതിനൊക്കെ ശേഖരിച്ചു വെച്ചു? CD-യിലൊന്നും അല്ല ശേഖരിച്ചു വെച്ചത്, അവരുടെ മസ്തിഷ്കത്തിലല്ലേ ഈ അറിവ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അതുപോലെ നമ്മളും ജീവിക്കുക. ഇതാണ് പ്രധാനം.
അതിനാൽ അർജുന, ഈ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഏത് ജ്ഞാത്വ, എന്താണോ അറിയേണ്ടത് അതിനെ ഞാൻ നല്ലവണ്ണം പ്രതിപാദിച്ചു തരാം. അത് നേടിക്കഴിഞ്ഞാലോ അമൃതത്വം അശ്നുതേ, അമൃതമശ്നുതേ, ഈ അമൃതാവസ്ഥയെ പ്രാപിക്കും. പരമമായ ഗതി എന്ന് പറയുന്നത് മരിച്ച ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നേടേണ്ടത്. മരിച്ചിട്ട് ആരും തിരിച്ചു വന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പോൾ ഈ നിമിഷത്തിലാണ് നമ്മുടെ അവസാനമുള്ള ഈ ശരീരത്തിൽ അനന്തമായ സത്യത്തെ സാക്ഷാത്കരിക്കാം എന്നുള്ളൊരു പ്രതിജ്ഞയാണ്. ഞാൻ ഈ പറയുന്നതായ ആശയങ്ങള് അത് ഗ്രഹിക്കുവാൻ ഒരു സന്മനസ്സുണ്ടെങ്കിൽ നിനക്കും മരണത്തിന് അതീതമാവാം. ഇതാണ് അമൃതത്വം. വാസ്തവത്തിലെ അമൃതത്വം എന്നുള്ളത് ഒരു സൂചനയാണ്. അനാദിമത്പരം ബ്രഹ്മ, പരം അതീതം. അത് എന്ന് ആരംഭിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. അനാദിമത്പരം ബ്രഹ്മ മതി, ഇത്രയും മതി. അഡ്വർടൈസ്മെന്റ് ആയി എടുത്തു നാളത്തേനുള്ളത്. ഞാൻ നാളെ പറയാൻ പോകുന്ന വിഷയത്തെ പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. കാരണം നാളെ പറയാൻ പോകുന്ന വിഷയം അത്ര ഗംഭീരമാണ്. രാവിലത്തെ ഉപനിഷത്താണോ വൈകുന്നേരത്തെ ക്ലാസ് ആണോ ഉപനിഷത്ത്, എനിക്കൊരു സംശയം വരും. അത്ര ഗംഭീരമാണ് ഈ ക്ഷേത്രജ്ഞൻ എന്നുള്ള ഭാഗം. ഹരിയോ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.